നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ഒരു മേഖലയുണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മേഖലയിൽ നിന്നുമുള്ള ഇൻ്റലിജൻസ് അഥവാ ബുദ്ധി എന്ന് പറയുന്ന ആ ഒരു മേഖലയെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ബുദ്ധി എന്ന് ഒന്ന് നോക്കാം. അല്ല, ബുദ്ധി അഥവാ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ എന്താണ്? പഠിക്കാനും ഗ്രഹിക്കാനും അപഗ്രഥിക്കാനും യുക്തിസഹമായി ചിന്തിക്കാനും സാദൃശ്യങ്ങൾ മനസ്സിലാക്കാനും ഭാഷ പ്രയോഗിക്കാനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുവാനുമുള്ള കഴിവിനെയാണ് നമ്മൾ ബുദ്ധി അഥവാ ഇൻ്റലിജൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ബുദ്ധി? പഠിക്കാനും ഗ്രഹിക്കാനും അപഗ്രഥിക്കാനും യുക്തിസഹമായി ചിന്തിക്കാനും സാദൃശ്യങ്ങൾ മനസ്സിലാക്കുവാനും ഭാഷ പ്രയോഗിക്കുവാനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുമുള്ള കഴിവിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് വിശേഷിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ആശയപരമായും വസ്തുക്കളുടെ പരസ്പര ബന്ധം മനസ്സിലാക്കിയും പ്രതികരിക്കാനുള്ള ഒരു വ്യക്തിയുടെ ശക്തിവിശേഷത്തെയും നമുക്ക് ബുദ്ധി എന്ന് സാമാന്യമായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആശയപരമായും വസ്തുക്കളുടെ പരസ്പര ബന്ധം മനസ്സിലാക്കിയും പ്രതികരിക്കാനുള്ള ഒരു വ്യക്തിയുടെ ശക്തിവിശേഷത്തിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് സാമാന്യമായിട്ട് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. കേന്ദ്രനാഡീവ്യൂഹം, അതായത് നെർവ് സിസ്റ്റം, ആ കേന്ദ്രനാഡീവ്യൂഹത്തിൻ്റെ സഹജമായിട്ടുള്ള സവിശേഷതകൾ, പഠനപരിചയം, പരിസ്ഥിതി എന്നിവ വഴി ആർജിക്കുന്ന പാകത എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഒരു പ്രതിഫലനമായിട്ടാണ് കണക്കാക്കുന്നത്. കേന്ദ്രനാഡീവ്യൂഹത്തിൻ്റെ, അതായത് നെർവ് സിസ്റ്റത്തിൻ്റെ സഹജമായ സവിശേഷതകൾ, പഠനം, പരിചയം, പരിസ്ഥിതി എന്നിവ വഴി ആർജിക്കുന്ന പാകത ബുദ്ധിയുടെ പ്രതിഫലനമായിട്ടാണ് കണക്കാക്കുന്നത്. റോമൻ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് സിസാവെ എന്നാണ്. ഈ സിസാവെയാണ് ഇൻ്റലിജൻസ് എന്ന പദം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ റോമൻ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന സിസവെ ആണ് ഇൻ്റലിജൻസ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് കണക്കാക്കപ്പെടുന്നത്. വ്യക്തികളുടെ മാനസികവും കായികവുമായ കഴിവുകളെ അളക്കുവാനായിട്ട് സൈക്കോമെട്രിക് ലാബ് ആരംഭിച്ച വ്യക്തിയുടെ പേരാണ് ഫ്രാൻസിസ് ഗാൾട്ടൺ എന്നാണ് പറയുന്നത്. വ്യക്തികളുടെ മാനസികവും കായികവുമായ കഴിവുകളെ അളക്കുന്നതിനായിട്ട് സൈക്കോമെട്രിക് ലാബ് ആരംഭിച്ചത് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഫ്രാൻസിസ് ഗാൾട്ടനാണ് അത് ആരംഭിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ നിർവചനങ്ങൾ ഒന്ന് നോക്കാം. ബുദ്ധിയെക്കുറിച്ചുള്ള നിർവചനങ്ങൾ എന്തെല്ലാമാണ്? ബുദ്ധി എന്നത് യുക്തിപൂർവ്വം ചിന്തിക്കുന്നതിനും സ്വദേശപൂർവ്വം പ്രവർത്തിക്കുന്നതിനും പരിസ്ഥിതിയുമായി ഫലപ്രദമായി പൊരുത്തപ്പെടുന്നതിനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവ് അഥവാ ക്ഷമതയെ ആണ് നമ്മൾ ബുദ്ധി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ബുദ്ധി എന്നത് എന്താണ്? യുക്തിപൂർവ്വം ചിന്തിക്കുന്നതിനും സ്വദേശപൂർവ്വം പ്രവർത്തിക്കുന്നതിനും പരിസ്ഥിതിയുമായിട്ട് ഫലപ്രദമായി പൊരുത്തപ്പെടുന്നതിനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവ് അഥവാ ക്ഷമതയെ ആണ് നമ്മൾ ബുദ്ധി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ വ്യക്തിയുടെ പേരാണ് ഡേവിഡ് വെഷ്ലർ എന്നാണ് ഈ വ്യക്തിയുടെ പേര്. ഡേവിഡ് വെഷ്ലർ എന്നാണ് ഈ വ്യക്തിയുടെ പേര്. ഇനി പൂർവ്വകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം പ്രയോഗിക്കാനുള്ളൊരു കഴിവുണ്ട്. പൂർവ്വകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം പ്രയോഗിക്കാനുള്ള കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരെന്നാണ് ബുദ്ധി എന്നാണ്. അങ്ങനെ പറഞ്ഞ വ്യക്തിയുടെ പേരാണ് തോൺഡൈക്ക് എന്നാണ് ആ വ്യക്തി. അല്ലെ, തോൺഡൈക്ക് പറഞ്ഞതാണ് പൂർവ്വകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം പ്രയോഗിക്കാനുള്ള കഴിവിനെയാണ് ബുദ്ധി എന്ന് വിശേഷിപ്പിച്ചത് തോൺഡൈക്കാണ്. ഇനി യുക്തിപൂർവ്വം ചിന്തിക്കുന്നതിനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നതിനും പരിസ്ഥിതിയുമായി സമായോജനം ചെയ്യുന്നതിനുമുള്ളൊരു ക്ഷമതയുണ്ട്. അതിനെയും ബുദ്ധി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. യുക്തിപൂർവ്വം ചിന്തിക്കുന്നതിനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നതിനും പരിസ്ഥിതിയുമായിട്ട് സമായോജനം ചെയ്യുന്നതിനുമുള്ളൊരു ക്ഷമതയെ നമുക്ക് ബുദ്ധി എന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് ഡേവിഡ് വെഷ്ലർ ആണ് ഈ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഡേവിഡ് വെഷ്ലർ ആണ്. ഇനിയോ, അനുഭവങ്ങളിൽ നിന്ന് അനായാസം പഠിക്കുന്നതിനും അമൂർത്തമായി ചിന്തിക്കുന്നതിനുമുള്ള കഴിവിനെ നമ്മളെന്ന് വിശേഷിപ്പിക്കാറുണ്ട്? ബുദ്ധി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അനുഭവങ്ങളിൽ നിന്ന് അനായാസം പഠിക്കുന്നതിനും അമൂർത്തമായിട്ട് ചിന്തിക്കുന്നതിനുമുള്ള കഴിവിനെയും എന്ത് വിശേഷിപ്പിക്കാറുണ്ട്? ബുദ്ധി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്രകാരം പറഞ്ഞിരിക്കുന്നത് ഫ്ലിൻ ജെ ആർ ആണ്. ഫ്ലിൻ ജെ ആർ. അപ്പോൾ അനുഭവങ്ങളിൽ നിന്ന് അനായാസം പഠിക്കുന്നതിനും അമൂർത്തമായിട്ട് ചിന്തിക്കുന്നതിനുമുള്ള കഴിവാണ് ബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല, അത് ഫ്ലിൻ ജെ ആർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനിയോ, തെളിഞ്ഞ ബോധനത്തോടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും യുക്തിയുക്തം ചിന്തിക്കുന്നതിനും തൽക്ഷണം തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് പോകുന്നതിനുമുള്ള കഴിവിനെ എന്ത് വിശേഷിപ്പിക്കാറുണ്ട്? ബുദ്ധി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. തെളിഞ്ഞ ബോധനത്തോടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും യുക്തിയുക്തം ചിന്തിക്കുന്നതിനും തൽക്ഷണം തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് പോകുന്നതിനുമുള്ള കഴിവാണ് ബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത് ബീനെ ആൻഡ് സൈമൺ ആണ്. അപ്പോൾ ബീനെ ആൻഡ് സൈമൺ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? തെളിഞ്ഞ ബോധത്തോടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും യുക്തിയുക്തം ചിന്തിക്കുന്നതിനും തൽക്ഷണം തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് പോകുന്നതിനുമുള്ള കഴിവിനെയാണ് ബുദ്ധി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ബീനെയും സൈമണുമാണ്. ബീൻ്റെ ആൻഡ് സൈമൺ എന്നാണ് ഇവരെ നമ്മൾ പൊതുവായി വിശേഷിപ്പിക്കുന്നത്. അതേപോലെ അമൂർത്ത വസ്തുക്കൾ എളുപ്പം പഠിക്കുന്നതിനും വിദഗ്ധമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ക്ഷമതയാണ് ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ട്. അമൂർത്ത വസ്തുക്കൾ എളുപ്പം പഠിക്കുന്നതിനും വിദഗ്ധമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ക്ഷമതയാണ് ബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത് ആർതർ ഗേറ്റ്സ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആർതർ ഗേറ്റ്സ് ആണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്.
എന്ന് പറഞ്ഞിരിക്കുന്നത്. അമൂർത്ത വസ്തുക്കൾ എളുപ്പം പഠിക്കുന്നതിനും വിദഗ്ധമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ക്ഷമതയാണ് ബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത് ആർതർ ഗേറ്റ്സ് ആണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഇനിയോ പഠിക്കുവാനും അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സാഹചര്യങ്ങളുടെ വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത് സിറിൽ ബർട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ്. സിറിൽ ബർട്ടാണ്. പഠിക്കാനും അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സാഹചര്യങ്ങളുടെ വെല്ലുവിളികളെ അതിജീവിക്കാനുമുള്ള കഴിവാണ് ബുദ്ധി എന്ന് പറയുന്നത് സിറിൽ ബർട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. സിറിൽ ബർട്ട് എന്ന വ്യക്തിയാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ബുദ്ധി സിദ്ധാന്തങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. പ്രധാനപ്പെട്ട ബുദ്ധി സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്? ബുദ്ധിയെക്കുറിച്ച് ഒട്ടേറെ സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ സിദ്ധാന്തങ്ങളൊക്കെ തന്നെ ബുദ്ധിഘടനയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ബുദ്ധിഘടനയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒട്ടേറെ സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അല്ലേ, ആദ്യകാല സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ടവ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അല്ലേ, ആദ്യകാല സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ടവ എന്തെല്ലാമാണ്? ഏകഘടക സിദ്ധാന്തം പറയുന്നുണ്ട്. അല്ലേ, ഏകഘടക സിദ്ധാന്തം അഥവാ യൂണിറ്ററി ഓർ മൊണാർക്കിക് തിയറി എന്ന് പറയും. അല്ലേ, ഏകഘടക സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ യൂണിറ്ററി ഓർ മൊണാർക്കിക് തിയറിയാണ്. ഇനി ദ്വിഘടക സിദ്ധാന്തമുണ്ട്. 2 ഫാക്ടർ തിയറി എന്നാണ് അറിയപ്പെടുന്നത്. ചാൾസ് സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറിയാണത് ദ്വിഘടക സിദ്ധാന്തം എന്ന് പറയും. ഇനി ബഹുഘടക സിദ്ധാന്തമുണ്ട്. അതായത് മൾട്ടി ഫാക്ടർ തിയറിയാണ് ബഹുഘടക സിദ്ധാന്തം എന്ന് പറയുന്നത്. മൾട്ടി ഫാക്ടർ തിയറിയാണ് ബഹുഘടക സിദ്ധാന്തമായിട്ട് കണക്കാക്കുന്നത്. ഇനി സംഘഘടക സിദ്ധാന്തമുണ്ട്. സംഘഘടക സിദ്ധാന്തമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് പറയുന്നതാണ്. സംഘഘടക സിദ്ധാന്തം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഫാക്ടർ തിയറിയാണ്. അത് പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് താഴ്സ്റ്റൺ എന്നാണ് ആ വ്യക്തിയുടെ പേര്. താഴ്സ്റ്റൺ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇനി ത്രിമുഖ സിദ്ധാന്തമുണ്ട്. അതായത് 3 ഫേസസ് തിയറി എന്ന് പറയുന്നതാണ് ത്രിമുഖ സിദ്ധാന്തം എന്ന് പറയും. അതെ, അത് JP ഗിൽഫോർഡാണ് പറഞ്ഞിരിക്കുന്നത്. JP ഗിൽഫോർഡ് പറഞ്ഞിരിക്കുന്നത് ത്രിമുഖ സിദ്ധാന്തമാണ്. 3 ഫേസസ് തിയറിയാണ് JP ഗിൽഫോർഡ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിയാലോ, ബുദ്ധിയിൽ നമുക്ക് കാണാനായിട്ട് ഒരൊറ്റ പ്രതിഭാസമേ അന്തർഭവിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഈ സിദ്ധാന്തമാണ് ഏകഘടക സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബുദ്ധിയിൽ ഒരൊറ്റ പ്രതിഭാസമേ അന്തർഭവിച്ചിട്ടുള്ളൂ എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ഏകഘടക സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്, അഥവാ യൂണിറ്ററി തിയറി ഓർ മൊണാർക്കിക് തിയറി എന്നാണ് പറയുന്നത്. ദ്വിഘടക സിദ്ധാന്തമുണ്ട്. ദ്വിഘടക സിദ്ധാന്തം അതെന്താണ്? 2 ഫാക്ടർ തിയറി എന്ന് പറയുന്നതാണ് ദ്വിഘടക സിദ്ധാന്തമായിട്ട് കണക്കാക്കുന്നത്. 2 ഫാക്ടർ തിയറിയാണ് ദ്വിഘടക സിദ്ധാന്തമായിട്ട് കണക്കാക്കുന്നത്. ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ അത് സ്പിയർമാനാണ്. 2 ഫാക്ടർ തിയറിയുടെ ഉപജ്ഞാതാവായിട്ട് കണക്കാക്കുന്നത് സ്പിയർമാനെയാണ്. സ്പിയർമാൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിശക്തിയിൽ 2 ഘടകങ്ങളാണ് ആകെ അന്തർഭവിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അല്ല, സ്പിയർമാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബുദ്ധിശക്തിയിൽ ആകെ 2 ഘടകങ്ങൾ മാത്രമേ അന്തർഭവിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. സാമാന്യ ഘടകം എന്നാണ് പറയുന്നത്. സാമാന്യ ഘടകം, അതിനെ നമ്മൾ ജി എന്ന് വിശേഷിപ്പിക്കുക. അല്ല, സാമാന്യ ഘടകം ജി ആണ്. അത് ജനറൽ ഫാക്ടർ എന്നാണ് പറയുന്നത്. ജനറൽ ഫാക്ടർ, സാമാന്യ ഘടകം ജി ജനറൽ ഫാക്ടറാണ്. ഇനി വിശിഷ്ട ഘടകമുണ്ട്. വിശിഷ്ട ഘടകം എസ് അഥവാ സ്പെസിഫിക് ഫാക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. സ്പെസിഫിക് ഫാക്ടറാണ് വിശിഷ്ട ഘടകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സാമാന്യ ഘടകം ജി, വിശിഷ്ട ഘടകം എസ്, അത് സ്പെസിഫിക് ഫാക്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനിയോ, ഒരു പ്രത്യേക വ്യക്തിയുടെ ജികളും എസുകളും മറ്റ് വ്യക്തികളുടേതിൽ നിന്ന് ഭിന്നമായിരിക്കുമെന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക വ്യക്തിയുടെ ജികളും എസുകളും, അല്ലെ, ജിയും എസും ഉണ്ട് പ്രത്യേക വ്യക്തിക്ക്. അപ്പോൾ ഒരു പ്രത്യേക വ്യക്തിയുടെ ജികളും എസുകളും മറ്റ് വ്യക്തികളുടേതിൽ നിന്ന് ഭിന്നമായിരിക്കുമെന്നും അത് വ്യക്തി വ്യത്യാസത്തിന് കാരണമാണെന്നും അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ദ്വിഘടക സിദ്ധാന്തം എന്നാണ് പറയുന്നത്. ദ്വിഘടക സിദ്ധാന്തം, ഒരു പ്രത്യേക വ്യക്തിയുടെ ജികളും എസുകളും മറ്റ് വ്യക്തികളുടേതിൽ നിന്ന് ഭിന്നമായിരിക്കുമെന്നും അത് വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുമെന്നും അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ദ്വിഘടക സിദ്ധാന്തം എന്നാണ് പറയുന്നത്. ഇനി ജി ഘടക സിദ്ധാന്തത്തിന് സവിശേഷതകളുണ്ട്. അല്ലേ, ജി ഘടക സിദ്ധാന്തത്തിൻ്റെ സവിശേഷതകൾ എന്താണ്? ജി ഘടകത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ജന്മസിദ്ധമാണെന്നാണ് പറയുന്നത്. ജി ഘടകം ജന്മസിദ്ധമാണെന്നും പൊതുവായ മാനസിക ശക്തിവിശേഷമാണെന്നും ഇത് സ്ഥിരമാണെന്നും എല്ലാ പ്രവർത്തനങ്ങളിലും കാണപ്പെടുന്നുവെന്നും ജിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ജീവിത വിജയവും കൂടുന്നുവെന്നും ജിയുടെ അളവിൽ വ്യത്യാസം, അതായത് വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുമൊക്കെയാണ് ജി ഘടകം പറയുന്നത്. അടുത്ത് നമുക്ക് എസ് ഘടകം എന്താണെന്ന് നോക്കാം. എസ് ഘടകത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? എസ് ഘടകം പറയുന്ന പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നവയാണ് എസ് ഘടകം. ഒരു വ്യക്തിയിൽ ഓരോ പ്രവർത്തനത്തിലും എസ് ഘടകം ഒരേപോലെയല്ല പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയിലെ ഓരോ പ്രവർത്തനത്തിലും എസ് ഘടകം ഒരേപോലെയല്ല പ്രവർത്തിക്കുന്നതെന്നും എസ് ഘടകത്തിൻ്റെ അളവിലും വ്യക്തിവ്യത്യാസം ഉണ്ടായിരിക്കുമെന്നും പറയുന്നുണ്ട്. വിവിധ പ്രവർത്തനങ്ങളിൽ അന്തർഭവിച്ചിട്ടുള്ള നിരവധി പ്രത്യേക ശേഷികളുടെ ആകെത്തുകയെ ആണ് നമ്മൾ ബുദ്ധി എന്ന് അനുശാസിക്കുന്നത്. അപ്പോൾ വിവിധ പ്രവർത്തനങ്ങളിൽ അന്തർഭവിച്ചിട്ടുള്ള നിരവധി പ്രത്യേക ശേഷികളുടെ ആകെത്തുകയാണ് ബുദ്ധി എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ബഹുഘടക സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബഹുഘടക സിദ്ധാന്തം അഥവാ മൾട്ടി ഫാക്ടർ തിയറി, അതിൻ്റെ ഉപജ്ഞാതാവ് ആരെന്ന് നോക്കാം. അല്ലേ, ബഹുഘടക സിദ്ധാന്തം, അതിൻ്റെ ഉപജ്ഞാതാവിൻ്റെ പേര് തോർണ്ടൈക്ക് എന്നാണ്. അപ്പോൾ തോർണ്ടൈക്കാണ് ബഹുഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. തോർണ്ടൈക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി സംഘഘടക സിദ്ധാന്തം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, സംഘഘടക സിദ്ധാന്തം എന്താണ്? ഗ്രൂപ്പ് ഫാക്ടർ തിയറിയാണ് നമ്മൾ സംഘഘടക സിദ്ധാന്തം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ജിയുടെ സ്ഥാനത്ത് നിരവധി പ്രാഥമിക ശേഷികളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മാനവശേഷിയുള്ള നിരവധി സംഘങ്ങളുണ്ടെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ്
ഏത് സിദ്ധാന്തം? സംഘഘടക സിദ്ധാന്തം അഥവാ ഗ്രൂപ്പ് ഫാക്ടർ തിയറി. ജിയുടെ സ്ഥാനത്ത് നിരവധി പ്രാഥമിക ശേഷികളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മാനവശേഷിയുള്ള നിരവധി ഘടകങ്ങളുണ്ടെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് സംഘഘടക സിദ്ധാന്തം അഥവാ ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംഘഘടക സിദ്ധാന്തത്തിന് ഒരു ഉപജ്ഞാതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് താഷ്റ്റൺ എന്നാണ്. സംഘഘടക സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവിൻ്റെ പേര് താഷ്റ്റൺ എന്നാണ്. താഷ്റ്റൻ്റെ 9 പ്രാഥമിക ഘടകങ്ങളുണ്ട്. താഷ്റ്റൻ പറയുന്ന 9 പ്രാഥമിക ഘടകങ്ങളിൽ ഒന്നാമത്തേത് വിഷ്വൽ ഫാക്ടറാണ്, ദർശക ഘടകം എന്ന് പറയുന്ന വിഷ്വൽ ഫാക്ടർ. രണ്ടാമത്തേത് പെർസെപ്ച്വൽ ഫാക്ടർ അഥവാ ഇന്ദ്രിയ അനുഭൂതി ഘടകം എന്ന് പറയുന്നതാണ് പെർസെപ്ച്വൽ ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്ത വെർബൽ കോംപ്രിഹെൻഷൻ ഫാക്ടർ ഉണ്ട്, അഥവാ ഭാഷാധാരണ ഘടകം എന്നാണ് അറിയപ്പെടുന്നത്. ഭാഷാധാരണ ഘടകം അഥവാ വെർബൽ കോംപ്രിഹെൻഷൻ ഫാക്ടർ ഉണ്ട്. അടുത്ത ന്യൂമറിക്കൽ ഫാക്ടർ ഉണ്ട്, അതിന് നമ്മൾ സംഖ്യാഘടകം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ന്യൂമറിക്കൽ ഫാക്ടർ അഥവാ സംഖ്യാഘടകമുണ്ട്. മെമ്മറി ഫാക്ടർ ഉണ്ട്, മെമ്മറി ഫാക്ടർ അഥവാ സ്മരണാഘടകമുണ്ട്. മെമ്മറി ഫാക്ടർ അഥവാ സ്മരണാഘടകമുണ്ട്. വേഡ് ഫ്ലുവൻസി ഫാക്ടർ ഉണ്ട്, അഥവാ പദസ്വാധീന ഘടകമുണ്ട്. പദസ്വാധീന ഘടകമാണ് വേഡ് ഫ്ലുവൻസി ഫാക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ഇൻഡക്റ്റീവ് റീസണിംഗ് ഫാക്ടർ ഉണ്ട്. ഇൻഡക്റ്റീവ് റീസണിംഗ് ഫാക്ടർ എന്ന് പറയാൻ നേരത്ത് തത്വമാന യുക്തിചിന്തന ഘടകം എന്നാണ് പറയുന്നത്. തത്വാനുമാന യുക്തിചിന്തന ഘടകമാണ് ഇൻഡ്യൂസീവ് റീസണിംഗ് ഫാക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ഡിഡക്റ്റീവ് റീസണിംഗ് ഫാക്ടർ ഉണ്ട്. ഡിഡക്റ്റീവ് റീസണിംഗ് ഫാക്ടർ എന്ന് പറയാൻ നേരത്ത് തത്വസമർത്ഥന യുക്തിചിന്തന ഘടകമാണ്. തത്വസമർത്ഥന യുക്തിചിന്തന ഘടകമാണ് ഡിഡക്റ്റീവ് റീസണിംഗ് ഫാക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെയുള്ളത് പ്രശ്ന നിർദ്ധാരണ ശേഷി ഘടകം എന്നാണ് പറയുന്നത്. പ്രശ്ന നിർദ്ധാരണ ശേഷി ഘടകമാണ്, അതായത് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഫാക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. പ്രശ്ന നിർദ്ധാരണ ശേഷി ഘടകമുണ്ട്, അത് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഫാക്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെയുള്ളത് ഗിൽഫോർഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തമാണ്. അല്ലെ, ഗിൽഫോർഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തമുണ്ട്. എന്താണ് ഗിൽഫോർഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തം? ഗിൽഫോർഡ് തിയറി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗിൽഫോർഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തം എന്ന് പറയാൻ നേരത്ത് ഘടക അപഗ്രഥനം എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതം വഴി ബുദ്ധിമാതൃക വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് JP ഗിൽഫോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഘടക അപഗ്രഥനം എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതം വഴി ബുദ്ധിമാതൃക വികസിപ്പിച്ചെടുത്തയാളാണ് JP ഗിൽഫോർഡ് എന്ന് പറയുന്ന വ്യക്തി. വിവിധ ബുദ്ധിപരീക്ഷാ ഫലങ്ങളുടെ ഘടക വിശ്ലേഷണം ചെയ്തുകൊണ്ടാണ് ഈ ഘടകങ്ങളുടെ സാധ്യത മുന്നോട്ട് വെച്ചിരിക്കുന്നത് തന്നെ. അതായത് വിവിധ ബുദ്ധിപരീക്ഷാ ഫലങ്ങളുടെ ഘടക വിശ്ലേഷണം ചെയ്തുകൊണ്ടാണ് ഈ ഘടകങ്ങളുടെ സാധ്യത മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഗിൽഫോർഡിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ ചിന്തയുടെ മാധ്യമമായിട്ട് പ്രവർത്തിക്കുന്നവ എന്തെല്ലാമാണ്? ഗിൽഫോർഡിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ ചിന്തയുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നവയാണ് ഉള്ളടക്കങ്ങൾ എന്നാണ് പറയുന്നത്. ഉള്ളടക്കങ്ങൾ ഇവ ആവിഷ്കരിച്ചെടുക്കുന്ന ആശയങ്ങളാണ് നമ്മൾ ഉൽപ്പന്നങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഗിൽഫോർഡിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ ചിന്തയുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നവയാണ് ഉള്ളടക്കങ്ങൾ. ഇവ ആവിഷ്കരിച്ചെടുക്കുന്ന ആശയങ്ങളെയാണ് ഉൽപ്പന്നങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത്. ബുദ്ധിപരമായി ഏതൊരു വ്യവഹാരത്തിനും 3 മുഖങ്ങൾ അഥവാ മാനങ്ങളുണ്ടെന്നും അവയെ ത്രിമാന രൂപത്തിൽ ചിത്രീകരിക്കാമെന്നുമാണ് പറയുന്നത്. അപ്പോൾ ബുദ്ധിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യവഹാരത്തിനും 3 മുഖങ്ങൾ അഥവാ മാനങ്ങളുണ്ടെന്നും അവയെ ത്രിമാന രൂപത്തിൽ ചിത്രീകരിക്കാമെന്നും പറയുന്നതാണ് ത്രിമുഖ സിദ്ധാന്തം അഥവാ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ അഥവാ SI മോഡൽ എന്നാണ് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി ഈ ത്രിമുഖ സിദ്ധാന്തത്തിലെ 3 ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അല്ലെ, ത്രിമുഖ സിദ്ധാന്തത്തിലെ 3 ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന് ഉള്ളടക്കങ്ങൾ എന്നാണ് പറഞ്ഞത്. ഉള്ളടക്കങ്ങൾ അഥവാ കണ്ടന്റ് എന്ന് പറയും. അല്ലെ, ത്രിമുഖ സിദ്ധാന്തത്തിലെ 3 ഘടകങ്ങൾ. ഒന്നാമത്തേത് ഉള്ളടക്കങ്ങൾ എന്ന് പറയുന്നു. രണ്ടാമത്തേത് ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നു. മൂന്നാമത്തേത് ഓപ്പറേഷൻസ് അഥവാ മാനസിക പ്രക്രിയകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ത്രിമുഖ സിദ്ധാന്തത്തിലെ 3 ഘടകങ്ങൾ: 1 ഉള്ളടക്കങ്ങൾ, 2 ഉൽപ്പന്നങ്ങൾ, 3 മാനസിക പ്രക്രിയകൾ അഥവാ ഓപ്പറേഷൻസ്. അല്ലെ, ഇനിയോ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളുണ്ട്. അല്ലെ, ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് കാഴ്ച അഥവാ വിഷ്വൽ ഓർ ഫിഗറൽ എന്ന് പറയുന്നു. അല്ലെ, ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ കാഴ്ച അഥവാ വിഷ്വൽ ഓർ ഫിഗറൽ എന്ന് പറയുന്നുണ്ട്. ശ്രവ്യമുണ്ട് അഥവാ ഓഡിറ്ററി എന്നാണ് പറയുന്നത്. ശ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്ററിയാണ്. മൂന്നാമത്തേത് പ്രതീകം അഥവാ സിംബോളിക് എന്നാണ് പറയുന്നത്. അല്ലേ, പ്രതീകം അഥവാ സിംബോളിക് എന്ന് പറയുന്നു. പിന്നെയുള്ളത് അർത്ഥം അഥവാ സെമൻറ്റിക് എന്നാണ് പറയുന്നത്. അർത്ഥം എന്ന് വെച്ചാൽ സെമൻറ്റിക് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ബിഹേവിയറൽ അഥവാ വ്യവഹാരം എന്നാണ് പറയുന്നത്. വ്യവഹാരം അഥവാ ബിഹേവിയറൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ നോക്കിയെന്താണ്? ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ നോക്കിയപ്പോൾ കാഴ്ചയും, അതായത് കാണുന്നതും കേൾക്കുന്നതും, അല്ലെ, പ്രതീകങ്ങളും, അതേപോലെ തന്നെ ഒരു അർത്ഥവും വ്യവഹാരവും എല്ലാം ഈ പറയുന്ന ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഉൽപ്പന്നത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെന്ന് നോക്കാം. അല്ലെ, ഉൽപ്പന്നത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതാണ്? ഉൽപ്പന്നത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഉൽപ്പന്നത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഘടകങ്ങൾ അഥവാ യൂണിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അല്ലെ, യൂണിറ്റ്സ് അഥവാ ഘടകങ്ങൾ എന്ന് പറയുന്നുണ്ട്. പിന്നെയോ വിഭാഗങ്ങൾ, വർഗ്ഗങ്ങൾ അഥവാ ക്ലാസ്സുകൾ എന്ന് പറയുന്നുണ്ട്. വിഭാഗങ്ങൾ അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ അഥവാ ക്ലാസ്സുകൾ എന്ന് പറയുന്നുണ്ട്. പിന്നെയോ റിലേഷൻസ് അഥവാ ബന്ധങ്ങൾ എന്ന് പറയുന്നുണ്ട്. ബന്ധങ്ങൾ, അല്ലെ. പിന്നെയോ സംഹിതകളാണ്. വ്യവസ്ഥകൾ, വ്യൂഹങ്ങൾ എന്നാണ് നമ്മളിതിനെപ്പറ്റി പറയുന്നത്. വ്യവസ്ഥകൾ, വ്യൂഹങ്ങൾ, അതിന് നമ്മൾ സംഹിതകളെന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ബന്ധങ്ങൾ, റിലേഷൻസ്, വിഭാഗങ്ങൾ, വർഗ്ഗങ്ങൾ, ക്ലാസ്സുകൾ, ഘടകങ്ങൾ, യൂണിറ്റുകൾ, ഇതൊക്കെയാണ് ഉൽപ്പന്നത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി നമുക്ക് പരിണിത രൂപങ്ങൾ നോക്കാം. അല്ലെ, പരിണിത രൂപങ്ങൾ അഥവാ രൂപാന്തരങ്ങൾ എന്താണെന്ന് നോക്കാം. പരിണിത രൂപങ്ങൾ അഥവാ രൂപാന്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം. അല്ലെ, പരിണിത രൂപങ്ങൾ അഥവാ രൂപാന്തരങ്ങൾ എന്താണ്? സൂചനകൾ അഥവാ ഇംപ്ലിക്കേഷൻസ് എന്നാണ് പറയാം. സൂചനകൾ അഥവാ ഇംപ്ലിക്കേഷൻസ്.
ഇനി മാനസിക പ്രക്രിയയിലെ ഉപവിഭാഗങ്ങൾ നമുക്ക് നോക്കാം. അല്ല, മാനസിക പ്രക്രിയയിലെ ഉപവിഭാഗങ്ങൾ എന്തെല്ലാമാണ്? സൂചനകൾ അഥവാ ഇംപ്ലിക്കേഷൻസ്. മാനസിക പ്രക്രിയയിൽ ഉപവിഭാഗങ്ങൾ എന്തെല്ലാമാണ്? അതും നോക്കാം. മാനസിക പ്രക്രിയയിൽ ഉപവിഭാഗങ്ങൾ വൈജ്ഞാനികമുണ്ട്, കൊഗ്നിഷൻ എന്നാണ് പറയുന്നത്. അടുത്തത് ഓർമ്മ അഥവാ മെമ്മറി എന്നാണ് പറയുന്നത്. മെമ്മറി അഥവാ ഓർമ്മയാണ്. മൂന്നാമത്തേത് വിവ്രജന ചിന്ത അഥവാ ഡൈവർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നതാണ് മൂന്നാമത്തേത്. അല്ലെ, വിവ്രജന ചിന്ത അഥവാ ഡൈവർജൻറ്റ് തിങ്കിങ് എന്ന് പറയും. അടുത്തത് സംവ്രജന ചിന്ത അഥവാ ഏകമുഖ ചിന്ത എന്ന് പറയുന്നത് കോൺവെർജൻറ്റ് തിങ്കിങ് എന്ന് പറയും. അല്ലെ, സംവ്രജന ചിന്ത അഥവാ കൺവെർജൻറ്റ് തിങ്കിങ് എന്ന് പറയും. പിന്നെയുള്ളത് മൂല്യനിർണ്ണയമാണ്, ഇവാലുവേഷൻ എന്നാണ് പറയുന്നത്. ഇവാലുവേഷൻ അഥവാ മൂല്യനിർണ്ണയമാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ മാനസിക പ്രക്രിയയിലെ ഉപവിഭാഗങ്ങളാണ്. ഒന്ന് വൈജ്ഞാനികം, കൊഗ്നിഷൻ എന്ന് പറയുന്നു. രണ്ടാമത്തെ മെമ്മറി അഥവാ ഓർമ്മ എന്ന് പറയുന്നു. മൂന്നാമത്തേത് വിവ്രജന ചിന്ത അഥവാ ഡൈവർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നു. നാലാമത്തേത് സംവ്രജന ചിന്ത അഥവാ ഏകമുഖ ചിന്ത എന്ന് പറയുന്നു. അടുത്ത മൂല്യനിർണ്ണയമാണ്, ഇവാലുവേഷൻ എന്നാണ് പറയുന്നത്. ഇനിയുള്ളത് ബഹുമുഖ ബുദ്ധി അഥവാ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത്. ബഹുമുഖ ബുദ്ധി അഥവാ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന MI എന്ന് പറയും. അല്ലേ, അതെന്താണ് MI? നിർദ്ധാരണം ചെയ്യാനോ ഒന്നോ അതിലധികമോ സാംസ്കാരിക സാഹചര്യങ്ങളിൽ വിലമതിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിനോ ഉള്ള ശേഷി ആണ് ഈ പറയുന്ന ബഹുമുഖ ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം നിർദ്ധാരണം ചെയ്യാനോ ഒന്നോ അതിലധികമോ സാംസ്കാരിക സാഹചര്യത്തിൽ വിലമതിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിനുള്ള ശേഷിയാണ് ബഹുമുഖ ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് ഹൊവാർഡ് ഗാർട്ട്നർ എന്ന് പറയുന്ന ഒരു ജ്ഞാനനിർമ്മിതിവാദി എന്ന് പറയുന്ന ഒരു പണ്ഡിതനായ വ്യക്തിയാണ് ഈ വ്യക്തി, ഹൊവാർഡ് ഗാർട്ട്നർ. അദ്ദേഹമാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇനി ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെയും ഉത്തരം ആര് തന്നെയാണ്? ഈ ഹൊവാർഡ് ഗാർട്ട്നർ തന്നെയാണ്. ബഹുമുഖ ബുദ്ധി എന്ന് പറയുന്ന സിദ്ധാന്തം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഹൊവാർഡ് ഗാർട്ട്നർ എന്ന വ്യക്തി തന്നെയാണ്. ഈ ഗാർട്ട്നറുടെ പ്രശസ്തമായ കൃതിയുടെ പേരെന്ന് ചോദിച്ചാൽ മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ അഥവാ ഫ്രെയിംസ് ഓഫ് മൈൻഡ്, ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് 1983. അതാണ് ഈ ഹൊവാർഡ് ഗാർട്ട്നറുടെ പ്രശസ്തമായ കൃതി. ബുദ്ധിയെക്കുറിച്ചുള്ള ഹൊവാർഡ് ഗാർട്ട്നറുടെ പ്രശസ്ത കൃതി ഏതെന്ന് ചോദിച്ചാൽ അത് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നതാണ്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നതാണ് ബുദ്ധിയെക്കുറിച്ചുള്ള ഹൊവാർഡ് ഗാർട്ട്നറുടെ പ്രശസ്തമായിട്ടുള്ള കൃതി. ബുദ്ധിശക്തി പരിശോധിക്കുന്ന, ബുദ്ധിശക്തി പരിശോധിക്കുന്നു എന്നോട് പറയുന്നത്, ബുദ്ധിശക്തി പരിശോധിക്കുന്ന എന്താണ്? ഇൻ്റലിജൻസ് റീഫ്രെയിംഡ് എന്ന ഗ്രന്ഥവും ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇൻ്റലിജൻസ് റീഫ്രെയിംഡ് എന്ന ഗ്രന്ഥവും 1999 രചിക്കപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. ഇത് ഹൊവാർഡ് ഗാർട്ട്നറുടെ കൃതി തന്നെയാണ്. ഹൊവാർഡ് ഗാർട്ട്നറുടെ കൃതി തന്നെയാണ്. ഇനി മനുഷ്യൻ്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങൾ ഉണ്ടെന്ന് സിദ്ധാന്തിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഹൊവാർഡ് ഗാർട്ട്നറാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങളുണ്ട് എന്ന് സിദ്ധാന്തിച്ച വ്യക്തിയുടെ പേരാണ് ഹൊവാർഡ് ഗാർട്ട്നറാണ്. ബുദ്ധിയുടെ ഈ മുഖങ്ങൾ ഓരോ വ്യക്തിയിലും അന്തർലീനമായിരിക്കുന്നത് ഒരേ അളവിൽ ആയിരിക്കുകയില്ല എന്നാണ് പറയുന്നത്. ബുദ്ധിയുടെ ഈ മുഖങ്ങൾ ഓരോ വ്യക്തിയിലും അന്തർലീനമായിരിക്കുന്നത് ഒരേ അളവിൽ ആയിരിക്കുകയില്ല എന്നാണ് ഹൊവാർഡ് ഗാർട്ട്നർ വിശദീകരിച്ചിരിക്കുന്നത്. ബുദ്ധിയുടെ പ്രവർത്തനം വിശകലനം ചെയ്തത് അദ്ദേഹം 9 തരം ബുദ്ധി സവിശേഷതകൾ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ബുദ്ധിയുടെ പ്രവർത്തനം വിശകലനം ചെയ്തത് അദ്ദേഹം 9 തരം ബുദ്ധി സവിശേഷതകൾ കണ്ടെത്തുകയുണ്ടായി എന്നാണ് പറയുന്നത്. ഭാഷാപരമായ ബുദ്ധി അഥവാ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ് ഭാഷാപരമായ ബുദ്ധി. രണ്ടാമത്തത് യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി എന്ന് പറയുന്നതാണ്. യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി അഥവാ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണിത്. യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത്. അടുത്തതോ ദൃശ്യസ്ഥലപര ബുദ്ധി എന്ന് പറയും. ദൃശ്യസ്ഥലപര ബുദ്ധി അഥവാ വിഷ്വൽ ആൻഡ് സ്പാഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ് ദൃശ്യസ്ഥലപര ബുദ്ധി എന്ന് പറയുന്നത്. അടുത്ത ശാരീരിക ചലന ബുദ്ധി എന്നാണ്. ശാരീരിക ചലനപര ബുദ്ധി എന്ന് പറയുന്നതാണ്. ബോഡിയിലി കൈനസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ് ശാരീരിക ചലനപര ബുദ്ധി എന്ന് പറയുന്നത്. അടുത്തത് സംഗീതപരമായ ബുദ്ധി എന്ന് പറയുന്നുണ്ട്. അത് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആണ്. സംഗീതപരമായ ബുദ്ധി മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആണ്. അടുത്ത വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയുന്നുണ്ട്. വ്യക്തിയാന്തര ബുദ്ധി ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ് വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയുന്നത്. അടുത്ത ഏഴാമത്തത് ആന്തരിക വൈയക്തിക ബുദ്ധി എന്നാണ് പറയുന്നത്. ആന്തരിക വൈയക്തിക ബുദ്ധി അഥവാ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത്. അടുത്ത എട്ടാമത്തത് പ്രകൃതിപരമായ ബുദ്ധി എന്ന് പറയുന്നുണ്ട്. പ്രകൃതിപരമായ ബുദ്ധി അഥവാ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്നാണ് പ്രകൃതിപരമായ ബുദ്ധി അറിയപ്പെടുന്നത്. നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന പേരിലാണ്. അടുത്ത ഒൻപതാമത്തത് അസ്തിത്വപരമായ ബുദ്ധി എന്ന് പറയും. അസ്തിത്വപരമായ ബുദ്ധി എന്ന് വെച്ചാൽ എക്സിസ്റ്റനൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ് അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി. ഇവയൊക്കെയാണ് ഗാർട്ട്നർ അവതരിപ്പിച്ച ബുദ്ധിയുടെ ബഹുമുഖങ്ങൾ എന്ന് പറയുന്നത്. ഇവയൊക്കെയാണ്. അപ്പോൾ ഗാർട്ട്നർ അവതരിപ്പിച്ച ബുദ്ധിയുടെ ബഹുമുഖങ്ങൾ എന്ന് പറയുന്നത് ഇവയൊക്കെയാണ്. അടുത്ത വെർണിക്കയും ബ്രോക്കയും എന്താണ് എന്ന് നമുക്ക് നോക്കാം. വെർണിക്ക ആൻഡ് ബ്രോക്ക. എന്താണ് വെർണിക്കയും ബ്രോക്കയും?
വെർണിക്കയും ബ്രോക്കയും എന്താണ്? മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് വെർണിക്കയും ബ്രോക്കയും എന്ന് പറയുന്നത്. അല്ലെ, മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് വെർണിക്കയും ബ്രോക്കയും. മസ്തിഷ്കത്തിൽ ഭാഷാപരമായ കാര്യങ്ങൾ ഈ ഭാഗങ്ങളുടെ പ്രവർത്തനം മൂലമാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അല്ലെ, മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് വെർണിക്കയും ബ്രോക്കയും. മസ്തിഷ്കത്തിൽ ഭാഷാപരമായ കാര്യങ്ങൾ ഈ ഭാഗങ്ങളുടെ പ്രവർത്തനം മൂലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെർണിക്ക എന്ന് പറയുന്നത് ആശയസ്വീകരണത്തിനും ബ്രോക്ക എന്ന് പറയുന്നത് ആശയപ്രകടനത്തിനും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെർണിക്ക ആശയസ്വീകരണത്തിനും ബ്രോക്ക ആശയപ്രകടനത്തിനുമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒന്നിന് ക്ഷതം സംഭവിച്ചാൽ ഭാഷാപരമായിട്ടുള്ള നിശ്ചിത കഴിവുകൾ ഇല്ലാതെയാകുമെന്നാണ് പറയുന്നത്. വെർണിക്ക ആശയസ്വീകരണത്തിനും ബ്രോക്ക എന്നത് ആശയപ്രകടനത്തിനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒന്നിന് ക്ഷതം സംഭവിച്ചാൽ ഭാഷാപരമായിട്ട് നിശ്ചിത കഴിവുകൾ ഇല്ലാതെയാകും എന്നാണ് പറയുന്നത്. ഇനി ഭാഷാപരമായ ബുദ്ധിയുണ്ട്. എന്താണ് ഭാഷാപരമായ ബുദ്ധി? വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അല്ലേ, ഭാഷാപരമായ ബുദ്ധി എന്ന് പറയുന്നത് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിക്കും ഭാഷയിൽ നിർമ്മിതി നടത്തുന്നതിനും ഭാഷ പ്രയോഗിക്കുന്നതിനുമുള്ള കഴിവിൽ വ്യത്യാസമുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിക്കും ഭാഷയിൽ നിർമ്മിതി നടത്തുന്നതിനും ഭാഷ പ്രയോഗിക്കുന്നതിനുമുള്ള കഴിവിൽ വ്യത്യാസം ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭാഷാപരമായ ബുദ്ധിയിൽ മുൻതൂക്കമുള്ളവർക്ക് നന്നായി എഴുതാനും ഫലപ്രദമായി പ്രഭാഷണം നടത്താനുമുള്ള കഴിവ് ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ വ്യക്തിക്കും ഭാഷയിൽ നിർമ്മിതി നടത്തുന്നതിനും ഭാഷ പ്രയോഗിക്കുന്നതിനുമുള്ള കഴിവിൽ വ്യത്യാസമുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ഭാഷാപരമായ ബുദ്ധിയിൽ മുൻതൂക്കമുള്ളവർക്ക് നന്നായി എഴുതാനും ഫലപ്രദമായി പ്രഭാഷണം നടത്തുവാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കുന്നതാണ്. ഭാഷാപരമായി ബുദ്ധി കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അല്ലേ, ഭാഷാപരമായിട്ട് ബുദ്ധി കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും നൽകുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നാണ് സംവാദങ്ങൾ എന്ന് പറയുന്നത്. അല്ലേ, സംവാദങ്ങൾ, ചർച്ചകൾ, സെമിനാറുകൾ, വിവിധ വ്യവഹാര രൂപങ്ങളിൽ രചന നടത്തുക, അഭിമുഖങ്ങൾ എന്നിവയാണ് ഭാഷാപരമായിട്ട് ബുദ്ധി കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും നൽകാവുന്ന പ്രവർത്തനങ്ങളെ ശ്രേണിയിൽ പെടുന്നത്. അപ്പോൾ ഭാഷാപരമായി ബുദ്ധി കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? സംവാദങ്ങൾ, ചർച്ചകൾ, സെമിനാറുകൾ, വിവിധ വ്യവഹാര രൂപങ്ങളിൽ രചനകൾ നടത്തലുകൾ, അഭിമുഖങ്ങൾ എന്നിവയാണ് അവ. ഇനി യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി എന്താണ് എന്ന് നമുക്ക് നോക്കാം. അഥവാ ലോജിക്കൽ ആൻഡ് അരിത്തമെറ്റിക്കൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ് യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ യുക്തിപൂർവ്വം ചിന്തിക്കുന്നതിനും ആശയങ്ങളുടെ പരസ്പര ബന്ധം കണ്ടെത്തുന്നതിനും അമൂർത്ത ചിന്തനത്തിനും സഹായിക്കുന്ന ബുദ്ധി ഘടകമാണ് ഇത്. അതായത് യുക്തിപൂർവ്വം ചിന്തിക്കുന്നതിനും ആശയങ്ങളുടെ പരസ്പര ബന്ധം കണ്ടെത്തുന്നതിനും അമൂർത്ത ചിന്തനത്തിനും സഹായിക്കുന്ന ബുദ്ധി ഘടകമാണ് ഇത്. ഇതിന് നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഇതിന് നൽകാവുന്ന പ്രവർത്തനങ്ങളാണ് ചാർട്ടുകൾ, ഗ്രാഫുകൾ, പട്ടികകൾ എന്നിവയുടെ നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പോൾ ചാർട്ടുകൾ, ഗ്രാഫുകൾ, പട്ടികകൾ എന്നിവയുടെ നിർമ്മാണം എന്ന് ഈ പറയുന്ന പ്രധാനപ്പെട്ട നൽകാവുന്ന പ്രവർത്തനങ്ങൾ. പിന്നെയോ പാറ്റേൺ തയ്യാറാക്കലുണ്ട്, ചോദ്യം ചോദിക്കലുണ്ട്, പ്രശ്നം പരിഹരിക്കലുണ്ട്, പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടലുണ്ട്, പ്രവചിക്കലുണ്ട്. ഇപ്പോൾ പ്രവചിക്കൽ, പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടൽ, പ്രശ്നം പരിഹരിക്കൽ, ചോദ്യം ചോദിക്കൽ, പാറ്റേൺ തയ്യാറാക്കൽ എന്നിവയാണ് ചാർട്ടുകൾ, ഗ്രാഫുകൾ, പട്ടികകൾ എന്നിവയുടെ നിർമ്മാണവും. ഇതൊക്കെ നമുക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങളാണ്. ഇനി ദൃശ്യസ്ഥലപര ബുദ്ധിയുണ്ട്. ദൃശ്യസ്ഥലപര ബുദ്ധി അഥവാ വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ദൃശ്യസ്ഥലപര ബുദ്ധി എന്നാണ് പറയുന്നത്. വസ്തുക്കളുടെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിനെ, ഭാവനയിൽ കാണുന്നതിനെ, മനോചിത്രണം നടത്തുന്നതിനെ, ഒരു വസ്തുവിൻ്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അതിൻ്റെ സവിശേഷതകൾ കണ്ടെത്തുന്നതിനെ, വസ്തുവിന് രൂപാന്തരമുണ്ടായാലുള്ള അവസ്ഥ മനസ്സിലാക്കുന്നതിനെ മറ്റും സഹായിക്കുന്ന ബുദ്ധി ഘടകമാണ് ഈ ഘടകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വസ്തുക്കളുടെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിനും ഭാവനയിൽ കാണുന്നതിനും മനോചിത്രണം നടത്തുന്നതിനും ഒരു വസ്തുവിൻ്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അതിൻ്റെ സവിശേഷതകൾ കണ്ടെത്തുന്നതിനും വസ്തുവിന് രൂപാന്തരമുണ്ടായാലുള്ള അവസ്ഥ മനസ്സിലാക്കുന്നതിനും മറ്റും സഹായിക്കുന്ന ബുദ്ധി ഘടകമാണ് ഇത്. ഇതിന് നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുക എന്ന് പറയാം. അല്ലേ, പിന്നെയോ കൊളാഷ് നിർമ്മിക്കുക എന്ന് പറയാം. പിന്നെ പോസ്റ്ററുകൾ തയ്യാറാക്കുക. ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുക, കൊളാഷ് നിർമ്മിക്കുക, പോസ്റ്ററുകൾ തയ്യാറാക്കുക, നിറങ്ങളെ സംയോജിപ്പിക്കുക, സ്കൂളിൻ്റെ പ്ലാൻ വരയ്ക്കുക, പ്രദേശത്തിൻ്റെ ഭൂപടം തയ്യാറാക്കുക. പ്രദേശത്തിൻ്റെ ഭൂപടം തയ്യാറാക്കുക, സ്കൂളിൻ്റെ പ്ലാൻ വരയ്ക്കുക, നിറങ്ങളെ സംയോജിപ്പിക്കുക, പോസ്റ്ററുകൾ തയ്യാറാക്കുക, കൊളാഷ് നിർമ്മിക്കുക, ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുക എന്നിവയാണ് ഇതിന് നൽകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. പിന്നെ ശാരീരിക ചലനപര ബുദ്ധി എന്ന് വെച്ചാൽ ബോഡിയിലെ കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ് ശാരീരിക ചലനപര ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരാളുടെ ശരീരത്തെ അതിൻ്റെ ഉയർന്ന സാധ്യതകളിൽ അഥവാ സാധ്യമായ ഉയർന്ന തലങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നതിന് ഉപയുക്തമാകുന്നതിനുള്ള ബുദ്ധി സവിശേഷതയാണ് നമ്മൾ ശാരീരിക ചലനപര ബുദ്ധി എന്ന് പറയുന്നത്. ഒരാളുടെ ശരീരത്തെ അതിൻ്റെ ഉയർന്ന സാധ്യതകളിൽ അഥവാ സാധ്യമായ ഉയർന്ന തലങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നതിന് ഉപയുക്തമാകുന്നതിനുള്ള ബുദ്ധി സവിശേഷതയെ ആണ് നമ്മൾ ശാരീരിക ചലനപര ബുദ്ധി എന്ന് പറയുന്നത്. ഇക്കൂട്ടർക്ക് കായിക ശേഷി
അഥവാ വിവിധ ശരീര അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള കഴിവാണ്. ഇക്കൂട്ടർക്ക് കായികശേഷി അല്ലെ വിവിധ ശാരീരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള കഴിവ്, നൃത്തം ചെയ്യാനുള്ള കഴിവ്, കൈകാലുകൾ കൊണ്ടും ശരീരം കൊണ്ടും അഭ്യാസങ്ങൾ കാണിക്കാനുള്ള പാടവം, ശരീരത്തെ ആരോഗ്യകരമായും മനോഹരമായും സൂക്ഷിക്കാനുള്ള പ്രവണത, ചലനങ്ങൾ സൃഷ്ടിക്കാനുള്ള സിദ്ധി എന്നിവ വളരെ കൂടുതലായിരിക്കും. അതായത് ഈ പറയുന്ന ആൾക്കാരെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇക്കൂട്ടർക്ക് കായികശേഷി, വിവിധ ശരീര അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള കഴിവ്, നൃത്തം ചെയ്യാനുള്ള കഴിവ്, കൈകാലുകൾ കൊണ്ടും ശരീരം കൊണ്ടും അഭ്യാസങ്ങൾ കാണിക്കാനുള്ള പാടവം, ശരീരത്തെ ആരോഗ്യകരമായും മനോഹരമായി സൂക്ഷിക്കാനുള്ള പ്രവണത, ചലനങ്ങൾ സൃഷ്ടിക്കാനുള്ള സിദ്ധി എന്നിവ വളരെ വളരെ കൂടുതലായിരിക്കും. ഇവർക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, ഇവർക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനമുണ്ട് അല്ലേ, പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനമുണ്ട്, പരീക്ഷണങ്ങളുണ്ട്, കരകൗശല പ്രവർത്തനങ്ങളുണ്ട്, നിർമ്മാണങ്ങളുണ്ട്, അനുകരണമുണ്ട്, അഭിനയമുണ്ട്, നാടകീകരണമുണ്ട്, കായിക പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നൽകാൻ പറ്റുന്നത്. അപ്പോൾ കായിക പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ, നാടകീകരണമുണ്ട്, അഭിനയമുണ്ട്, അനുകരണമുണ്ട്, പിന്നെയോ നിർമ്മാണങ്ങളുണ്ട്, കരകൗശല പ്രവർത്തനങ്ങളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന നൽകാവുന്ന പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ കണക്കിലെടുക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ സംഗീതപരമായ ബുദ്ധിയുണ്ട്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. മ്യൂസിക്കൽ ഇൻ്റലിജൻസ് അവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. അല്ലെ, മ്യൂസിക്കൽ ഇൻ്റലിജൻസിൽ സംഗീതാലാപനത്തിനും ആസ്വാദനത്തിനുമുള്ള ബുദ്ധിവിശേഷം ഏറിയും കുറഞ്ഞും എല്ലാവരിലും കാണുന്നുണ്ട്. അല്ലെ, സംഗീത ആലാപനത്തിലും ആസ്വാദനത്തിലുമുള്ള ബുദ്ധിവിശേഷം ഏറിയും കുറഞ്ഞും എല്ലാവരിലും കാണാറുണ്ട്. വിവിധ സ്ഥായിയിലും വ്യത്യസ്തമായ താളത്തിലും ഭാവത്തിലും സംഗീതാത്മകമായിട്ട് കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ആസ്വദിക്കുന്നതിനുമുള്ള ബുദ്ധി ആണ് ഇത്. സംഗീതപരമായ ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വിവിധ സ്ഥായിയിലും വ്യത്യസ്തമായ താളത്തിലും ഭാവത്തിലും സംഗീതാത്മകമായി കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ആസ്വദിക്കുന്നതിനുമുള്ള ബുദ്ധിയാണ് ഈ പറയുന്ന സംഗീതപരമായ ബുദ്ധി അഥവാ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് നൽകാവുന്ന കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. ഇതിന് നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കവിതകളുടെ താളം കണ്ടെത്തൽ, ഈണവും താളവും നൽകൽ, താളാത്മകമായി ചലിക്കൽ, സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കൽ അഥവാ പ്രയോജനപ്പെടുത്തൽ, കലാസ്വാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അല്ലേ, അപ്പോൾ കലാസ്വാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുക, താളാത്മകമായിട്ട് ചലിക്കൽ, പിന്നെയോ ഈണവും താളവും നൽകൽ, കവിതകളുടെ താളം കണ്ടെത്തൽ. അല്ല, ഇതൊക്കെയാണ് ഇവിടെ നൽകാവുന്ന പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് കണ്ടെത്തി പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി കലാസ്വാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുണ്ടല്ലേ, കല ആസ്വദിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അതെന്തൊക്കെയാണ്? വ്യക്തിയാന്തര ബുദ്ധി അഥവാ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നു. അല്ലെ, വ്യക്തിയാന്തര ബുദ്ധി അഥവാ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ട്. മനുഷ്യനൊരു സമൂഹ ജീവിയാണെന്നും മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവാണ് വ്യക്തിയാന്തര ബുദ്ധിയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ വ്യക്തിയാന്തര ബുദ്ധി എന്താണ്? ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. മനുഷ്യനൊരു സമൂഹ ജീവിയാണെന്നും മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവാണ് വ്യക്തിയാന്തര ബുദ്ധിയായിട്ട് കണക്കാക്കുന്നത്. അന്യരുടെ വികാരവിചാരങ്ങളും ആവശ്യങ്ങളും താല്പര്യങ്ങളും കണക്കിലെടുത്ത് പ്രതികരിക്കാൻ കഴിയുക എന്നതാണ് ഒരു പ്രത്യേക സവിശേഷ ഗുണമായിട്ട് ഇവിടെ കണക്കാക്കുന്നത്. അപ്പോൾ അന്യരുടെ വികാരവിചാരങ്ങളും ആവശ്യങ്ങളും താല്പര്യങ്ങളും കണക്കിലെടുത്ത് പ്രതികരിക്കാൻ കഴിയുക എന്നതാണ് ഒരു പ്രത്യേക ഗുണവിശേഷമായിട്ട് ഇവിടെ കണക്കാക്കുന്നത്. ഇത് സാധ്യമാകുന്നത് വ്യക്തിയാന്തര ബുദ്ധി ഉള്ളതിനാലാണ് ഇത് സാധ്യമാകുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ നൽകാവുന്ന പ്രവർത്തനങ്ങളുണ്ട്. എന്തെല്ലാമാണ് ഇവിടെ നൽകാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലേ, സഹകരണ സഹവർത്തിത പ്രവർത്തനങ്ങളെന്ന് പറയും. അല്ലേ, സഹകരണ സഹവർത്തിത പ്രവർത്തനങ്ങളുണ്ട്, അതേപോലെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുണ്ട്, അനുഭവങ്ങൾ പങ്കുവയ്ക്കലുണ്ട്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കാണലുണ്ട്, പരസ്പര വിലയിരുത്തലുകളുമുണ്ട്. അപ്പോൾ സഹകരണ സഹവർത്തിത പ്രവർത്തനങ്ങളുണ്ട്, ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുണ്ട്, അനുഭവങ്ങൾ പങ്കുവയ്ക്കലുണ്ട്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കാണലുണ്ട്, പരസ്പര വിലയിരുത്തലുകളുണ്ട്. ഇനി നമുക്ക് ആന്തരിക വൈയക്തിക ബുദ്ധി എന്താണെന്ന് നോക്കാം. അല്ലെ, ആന്തരിക വൈയക്തിക ബുദ്ധി അഥവാ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ് ആന്തരിക വൈയക്തിക ബുദ്ധി. അല്ലേ, അപ്പോൾ സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരുവാനും സ്വത്വ സാക്ഷാത്കാരത്തിലെത്താനുമുള്ള കഴിവിനെയാണ് നമ്മൾ ആന്തരിക വൈയക്തിക ബുദ്ധിയിലൂടെ കണ്ടെത്തുന്നത്. അപ്പോൾ സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരുവാനും സ്വത്വ സാക്ഷാത്കാരത്തിലെത്താനുമായിട്ടുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവിനെയാണ് നമ്മൾ ആന്തരിക വൈയക്തിക ബുദ്ധിയിലൂടെ കാണുന്നത്. തൻ്റെ മാനസിക പ്രശ്നങ്ങൾ, ആത്മസംഘർഷങ്ങൾ ഇവ പരിഹരിക്കാനും സ്വയം വിലയിരുത്തി മെച്ചപ്പെടാനും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും ഒക്കെ സഹായിക്കുന്നത് ഈ ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. അപ്പം തൻ്റെ മാനസിക പ്രശ്നങ്ങൾ, ആത്മസംഘർഷങ്ങൾ എന്നിവയൊക്കെ പരിഹരിക്കാനും സ്വയം വിലയിരുത്തി മെച്ചപ്പെടാനും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനുമൊക്കെ സഹായിക്കുന്നത് ഈ ആന്തരിക വൈയക്തിക ബുദ്ധിയാണെന്നാണ് പറയുന്നത്. ഇതിന് നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ജേർണലുകൾ നിർമ്മിക്കലുണ്ട്, വായനാക്കുറിപ്പ് തയ്യാറാക്കലുണ്ട്, സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടലുണ്ട്, സംവാദങ്ങളിൽ ഏർപ്പെടലുണ്ട്, ചർച്ചകളിൽ പങ്കെടുക്കലുണ്ട്,
ഇതൊക്കെയാണ് ഇതിൽ ഉള്ള കാര്യങ്ങൾ. ഇനി പ്രകൃതിപരമായ ബുദ്ധി നമുക്ക് നോക്കാം അല്ലേ. പ്രകൃതിപരമായ ബുദ്ധി എന്തെല്ലാമാണ്? നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്, തൻ്റെ ചുറ്റുപാടുകളെ അറിയാനും പ്രകൃതിയുടെ സവിശേഷതകളെ ആദരിക്കാനും ആസ്വദിക്കാനും വൈവിധ്യങ്ങളെ മനസ്സിലാക്കാനും അവ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടാനും അതിനായി പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നതാണ് പ്രകൃതിപരമായ ബുദ്ധിയുടെ സ്വാധീനം എന്ന് പറയുന്നത്. അപ്പോൾ തൻ്റെ ചുറ്റുപാടുകളെ അറിയാനും പ്രകൃതിയുടെ സവിശേഷതകളെ ആദരിക്കാനും ആസ്വദിക്കാനും വൈവിധ്യങ്ങളെ മനസ്സിലാക്കാനും അവ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടാനും അതിനായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നതാണ് പ്രകൃതിപരമായ ബുദ്ധിയുടെ സ്വാധീനം എന്ന് പറയുന്നത്. താനും പ്രകൃതിയുടെ ഭാഗമാണെന്നും ഇതുവഴി ഇവർ തിരിച്ചറിയുകയാണ് അല്ല. താനും പ്രകൃതിയുടെ ഭാഗമാണെന്ന് ഇതുവഴി ഇവർ തിരിച്ചറിയുന്നു. മാത്രമല്ല പ്രകൃതിയോട് ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്നതും ഈ ബുദ്ധിയുടെ സ്വാധീനത്താലാണ് അല്ലെ. പ്രകൃതിയോട് ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്നതും ഈ ബുദ്ധിയുടെ സ്വാധീനത്താലാണ്. ഇവിടെ നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? പ്രകൃതി നിരീക്ഷണമുണ്ട്. പ്രകൃതി നിരീക്ഷണം, പിന്നെ സസ്യജന്തുജാലങ്ങളുടെ സവിശേഷതയെ തിരിച്ചറിയൽ അല്ലെ. സസ്യജന്തുജാലങ്ങളുടെ സവിശേഷതയെ തിരിച്ചറിയലുണ്ട്. പ്രകൃതി വസ്തുക്കളുടെ തരംതിരിക്കലുണ്ട് അല്ലെ. പ്രകൃതി വസ്തുക്കളുടെ തരംതിരിക്കലുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ മനസ്സിലാക്കലുണ്ട്. പക്ഷിമൃഗാദികളുമായി സംവദിക്കലുണ്ട്. കൃഷി വിദഗ്ധരുമായിട്ട് അഭിമുഖമുണ്ട് അല്ലെ. കൃഷി വിദഗ്ധരുമായിട്ടുള്ള അഭിമുഖങ്ങൾ, പക്ഷിമൃഗാദികളുമായിട്ട് സംവദിക്കൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കൽ, പ്രകൃതി വസ്തുക്കളെ തരംതിരിക്കൽ, സസ്യജന്തുജാലങ്ങളുടെ സവിശേഷത തിരിച്ചറിയൽ, പ്രകൃതി നിരീക്ഷണം, ഇവയൊക്കെയാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് 9ാമത്തെ ഫാക്ടർ എന്ന് പറയുന്ന അസ്തിത്വപരമായ ബുദ്ധി അഥവാ എക്സിസ്റ്റൻഷ്യൽ ബുദ്ധി അല്ലെ. എക്സിസ്റ്റൻഷ്യൽ ബുദ്ധി എന്ന് പറയുന്ന ബുദ്ധിയിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം. അതെന്താണ്? തത്വശാസ്ത്രപരമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ തന്നെ നിലനിൽപ്പ്, അസ്തിത്വം എന്നിവ പരിശോധിക്കാനുള്ള കഴിവാണ് ഇത്. തത്വശാസ്ത്രപരമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ തന്നെ നിലനിൽപ്പ്, അസ്തിത്വം എന്നിവ പരിശോധിക്കാനുള്ള കഴിവായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. ഞാൻ ആരാണ് അല്ലെ. ഹൂ ആം ഐ? ഞാൻ ആരാണ്? എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് തൻ്റേതായ രീതിയിൽ ഉത്തരങ്ങളും വ്യാഖ്യാനങ്ങളും നൽകാനായിട്ട് ഈ ഒരു ബുദ്ധി ഘടകമാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഞാൻ ആരാണെന്നും എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്നും ജനിക്കുന്നതിന് മുൻപുള്ള അവസ്ഥ എന്തായിരുന്നുവെന്നും ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്നും തുടങ്ങിയ ചോദ്യങ്ങൾക്ക് തൻ്റേതായ രീതിയിൽ ഉത്തരങ്ങളും വ്യാഖ്യാനങ്ങളും നൽകാനായിട്ട് ഈ ഒരു ബുദ്ധി ഘടകമാണ് സഹായിക്കുന്നത്. ഇവിടെ നമുക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഇവിടെ നൽകാവുന്ന പ്രവർത്തനങ്ങൾ മഹദ്വചനങ്ങൾ വ്യാഖ്യാനിക്കലുണ്ട് അല്ലെ. മഹദ്വചനങ്ങൾ വ്യാഖ്യാനിക്കുക, ദിനാചരണങ്ങൾ, അനുസ്മരണങ്ങൾ എന്നിവ നടത്തുക, എല്ലാ പ്രസ്ഥാനങ്ങളിലുമുള്ള നന്മ കണ്ടെത്തുക, അസംബ്ലി ക്ലബ്ബ് പ്രവർത്തനങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തുക, തത്വശാസ്ത്രപരമായ ചർച്ചകൾ നടത്തുക, ഇവയൊക്കെയാണ്. അപ്പോൾ തത്വശാസ്ത്രപരമായ ചർച്ചകൾ നടത്തുക, അസംബ്ലി ക്ലബ്ബ് പ്രവർത്തനങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തുക, എല്ലാ പ്രസ്ഥാനങ്ങളിലുമുള്ള നന്മ കണ്ടെത്തുക, ദിനാചരണങ്ങൾ അഥവാ അനുസ്മരണങ്ങൾ നടത്തുക, മഹത്വചനങ്ങൾ വ്യാഖ്യാനിക്കുക, ഇവയൊക്കെയാണ് നൽകാവുന്ന പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. ഇനി ഗാർട്ട്നറുടെ സിദ്ധാന്തപ്രകാരം അല്ലെ ആന്തരിക വൈയക്തി ബുദ്ധിയും വ്യക്തിയാന്തര ബുദ്ധിയും ജീവിത വിജയത്തെ ഏറെ സ്വാധീനിക്കുന്ന ബുദ്ധിമുഖങ്ങളാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗാർട്ട്നറുടെ സിദ്ധാന്തപ്രകാരം ആന്തരിക വൈയക്തി ബുദ്ധിയും വ്യക്തിയാന്തര ബുദ്ധിയും ജീവിത വിജയത്തെ ഏറെ സ്വാധീനിക്കുന്ന ബുദ്ധിമുഖങ്ങളായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇവ രണ്ടിനെയും ചേർത്ത് വ്യക്തിപര ബുദ്ധി എന്ന് സാമാന്യമായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ഇവ രണ്ടിനെയും ചേർത്ത് പറയുന്നത് എന്താണ്? വ്യക്തിപര ബുദ്ധി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗാർട്ട്നറുടെ സിദ്ധാന്തപ്രകാരം ആന്തരിക വൈയക്തി ബുദ്ധിയും വ്യക്തിയാന്തര ബുദ്ധിയും ജീവിത വിജയത്തെ ഏറെ സ്വാധീനിക്കുന്ന ബുദ്ധിമുഖങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇവ രണ്ടിനെയും ചേർത്ത് വ്യക്തിപര ബുദ്ധി എന്ന് സാമാന്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ നിർണായകമായ സന്ദർഭങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുന്നതിന് ഈ ഒരു ഘടകമാണ് സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ നിർണായകമായ സന്ദർഭങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുന്നതിന് ഈ ഒരു ഘടകമാണ് സഹായിക്കുന്നത് എന്ന് പറയുന്നു. ആധുനിക സിദ്ധാന്തങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം അല്ലെ. ആധുനിക സിദ്ധാന്തങ്ങൾ റെയ്മണ്ട് കാറ്റലിൻ്റെ ബുദ്ധി വിഭജനം അഥവാ കാറ്റിൽസ് 2 ക്ലസ്റ്റേഴ്സ് തിയറി എന്ന് പറയുന്നതാണ് അല്ലെ. റെയ്മണ്ട് കാറ്റലിൻ്റെ ബുദ്ധി വിഭജനമുണ്ട്, കാറ്റിൽസ് 2 ക്ലസ്റ്റേഴ്സ് തിയറി എന്നാണ് പറയുന്നത് അല്ലെ. ബുദ്ധിക്ക് ദ്രവബുദ്ധി ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നുണ്ട്, ഖരബുദ്ധി അഥവാ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് സുപ്രധാന ഘടകങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് റെയ്മണ്ട് കാറ്റലാണ്. അല്ല, ബുദ്ധിക്ക് ദ്രവബുദ്ധി എന്നും ഖരബുദ്ധി എന്നും പറയുന്ന രണ്ട് സുപ്രധാന ഘടകങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് റെയ്മണ്ട് കാറ്റൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. നൈസർഗികമായി അഥവാ സഹജമായി ലഭിക്കുന്ന ഒരു കഴിവ് അതെന്തെന്ന് ചോദിച്ചാൽ അതാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് നൈസർഗികമായിട്ട് അഥവാ സഹജമായിട്ട് ലഭിക്കുന്ന കഴിവാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് ഇൻ്റലിജൻസിനെ നിർണ്ണയിക്കുന്നത് എന്തെല്ലാമാണ്? ജീവശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളാണ് ഈ പറയുന്ന ഫ്ലൂയിഡ് ഇൻ്റലിജൻസിനെ നിർണ്ണയിക്കുന്നത്. ജീവശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളാണ്. 20 വയസ്സിന് ശേഷം ഈ ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൻ്റെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് കുറയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 20 വയസ്സിന് ശേഷം ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൻ്റെ വളർച്ചാ നിരക്ക് കുറയുന്നു എന്നാണ് പറയുന്നത്.
ചുറ്റുപാടുമുള്ള വസ്തുക്കളെ സ്വീകരിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവാണ് ഇത് എന്ന് പറയുന്നു. അല്ലെ, ചുറ്റുപാടുമുള്ള വസ്തുക്കളെ സ്വീകരിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് എന്ന രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി ഈ ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൽ ഉൾപ്പെടുന്നവയാണ് ആശയങ്ങൾ രൂപീകരിക്കൽ. അല്ലെ, ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൽ ഉൾപ്പെടുന്നവയാണ് ആശയങ്ങൾ രൂപീകരിക്കൽ, സമാനതകളെ തിരിച്ചറിയൽ, യുക്തിചിന്തനം, പുതിയ മനോഘടന രൂപീകരിക്കൽ, ഉൾക്കാഴ്ച, വിവരങ്ങൾ വേഗത്തിൽ ശേഖരിച്ചു വയ്ക്കാനുള്ള ശേഷി, ഓർമ്മശക്തി എന്നിവ. അപ്പോൾ ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൽ ഉൾപ്പെടുന്നവയാണ് ആശയങ്ങൾ രൂപീകരിക്കൽ, സമാനതകളെ തിരിച്ചറിയൽ, യുക്തിചിന്തനം, പുതിയ മനോഘടന രൂപീകരിക്കൽ, ഉൾക്കാഴ്ച, വിവരങ്ങൾ വേഗത്തിൽ ശേഖരിച്ചു വയ്ക്കാനുള്ള ശേഷി, ഓർമ്മശക്തി എന്നിവ. നാം ആർജിച്ച ജ്ഞാനമുണ്ടല്ലോ, നാം ആർജിച്ച ജ്ഞാനത്തെ അഥവാ അറിവിനെ പ്രശ്നപരിഹരണ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു നിപുണതയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നാം ആർജിച്ച ജ്ഞാനത്തെ അഥവാ അറിവിനെ പ്രശ്നപരിഹരണ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്താനുള്ള നിപുണതയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പരസ്പര ബന്ധങ്ങൾ കണ്ടെത്താനും പ്രശ്നപരിഹാരം ചെയ്യാനും വിലയിരുത്തൽ നടത്താനും കഴിയുന്നതാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ഉള്ളതുകൊണ്ടാണ് പരസ്പര ബന്ധങ്ങൾ കണ്ടെത്താനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വിലയിരുത്തൽ നടത്താനുമൊക്കെ കഴിയുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പരിസ്ഥിതിയും വിദ്യാഭ്യാസവും ചേർന്നാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് പരിസ്ഥിതിയും വിദ്യാഭ്യാസവും ചേർന്നിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ഏകദേശം 60 വയസ്സ് വരെ വികസിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ഏകദേശം 60 വയസ്സ് വരെ വികസിക്കും എന്ന രീതിയിലാണ് കണ്ടെത്തലുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിൽ ഉൾപ്പെടുന്നവ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അല്ലേ, ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിൽ ഉൾപ്പെടുന്നവ എന്തെല്ലാമാണ്? നേരത്തെ പഠിച്ച കാര്യത്തെ പ്രശ്നപരിഹാരത്തിനായോ തീരുമാനമെടുക്കുന്നതിനായോ ഉപയോഗിക്കൽ, ക്ലാസ് റൂം പരീക്ഷകൾ, വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങളിൽ ഇടപെടൽ, ഇവയെല്ലാം ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിൽ ഉൾപ്പെടുന്നവയാണ്. നേരത്തെ പഠിച്ച കാര്യത്തെ പ്രശ്നപരിഹാരത്തിനായിട്ടോ തീരുമാനമെടുക്കുന്നതിനായിട്ടോ ഉപയോഗപ്പെടുത്തൽ, ക്ലാസ് റൂം പരീക്ഷകൾ, വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങളിൽ ഇടപെടൽ, ബുദ്ധിയുടെ ഈ രണ്ട് ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബുദ്ധിയുടെ ഈ രണ്ട് ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മികച്ച ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ഉള്ള ഒരു വ്യക്തിക്ക് മികച്ച ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അല്ലേ, മികച്ച എന്താ പറയുന്നത്? മികച്ച ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ഉള്ളത് ആർക്കാണ്? മികച്ച ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ഉള്ള വ്യക്തിക്കാണ് മികച്ച ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി റെയ്മണ്ട് കാറ്റലിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമുക്കൊന്ന് നോക്കാം. അല്ല, റെയ്മണ്ട് കാറ്റലിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്ക്രിപ്ഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. അല്ലേ, ഡിസ്ക്രിപ്ഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് റെയ്മണ്ട് കാറ്റലിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. റെയ്മണ്ട് കാറ്റലിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇനി ദ മീനിങ് ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ന്യൂറോട്ടിസിസം, അല്ലേ, ദ മീനിങ് ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ന്യൂറോട്ടിസം എന്ന് പറയുന്നത് ആൻഡ് ആങ്സൈറ്റി എന്ന് പറയുന്നത് 1961 ഇറങ്ങിയ മറ്റൊരു പുസ്തകമാണ്. റെയ്മണ്ട് കാറ്റലിൻ്റെ മറ്റൊരു പുസ്തകമാണ് ദ മീനിങ് ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ന്യൂറോട്ടിസിസം ആൻഡ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ദ പ്രഡിക്ഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, ദ പ്രഡിക്ഷൻ ഓഫ് അച്ചീവ്മെൻറ്റ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ദ പ്രഡിക്ഷൻ ഓഫ് അച്ചീവ്മെൻറ്റ് ആൻഡ് ക്രിയേറ്റിവിറ്റി, അത് 1968 പുസ്തകമാണ്. ദ പ്രഡിക്ഷൻ ഓഫ് അച്ചീവ്മെൻറ്റ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അവബോധമുണ്ടാക്കൽ പ്രക്രിയയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിച്ചാവണം ബുദ്ധിയെ നിർവചിക്കേണ്ടതെന്ന് കണ്ടെത്തിയ ബുദ്ധി സമീപനമാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? അവബോധമുണ്ടാക്കൽ പ്രക്രിയയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിച്ചാവണം ബുദ്ധിയെ നിർവചിക്കേണ്ടത് എന്ന് കണ്ടെത്തിയ സമീപനമാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി സ്റ്റേൺബെർഗിൻ ട്രയാർക്കിംഗ് സിദ്ധാന്തമുണ്ട്. സ്റ്റേൺബെർഗിൻ ട്രയാർക്കിംഗ് സിദ്ധാന്തം, അതായത് സ്റ്റെൻബർഗ്സ് ട്രയാർക്കിക് തിയറി എന്ന് പറയുന്നതാണ്. സ്റ്റേൺബെർഗിൻ ട്രയാർക്കിക് സിദ്ധാന്തം എന്ന് പറയുന്നത് ബുദ്ധിയെക്കുറിച്ചുള്ള റോബർട്ട് ജെ സ്റ്റേൺബർഗിൻ്റെ സിദ്ധാന്തമാണ്. ബുദ്ധിയെക്കുറിച്ചുള്ള റോബർട്ട് ജെ സ്റ്റേൺബർഗിൻ്റെ സിദ്ധാന്തം എന്നാണ്? ട്രയാർക്കിക് സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ട്രയാർക്കിക് സിദ്ധാന്തമാണ് ബുദ്ധിയെക്കുറിച്ചുള്ള റോബർട്ട് ജെ സ്റ്റേൺബർഗിൻ്റെ സിദ്ധാന്തം. ആന്തരിക ഭാവങ്ങളായിട്ടുള്ള ചിന്തകൾ, നിത്യജീവിതത്തിലെ ബാഹ്യമായ പ്രകടനങ്ങൾ എന്നിങ്ങനെ പരസ്പരം കൈകോർക്കുന്നെന്ന് സ്റ്റേൺബർഗ് വാദിച്ചിട്ടുണ്ട്. നമ്മുടെ ആന്തരിക ഭാവങ്ങളായിട്ടുള്ള ചിന്തകളും നിത്യജീവിതത്തിലുള്ള ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളും എങ്ങനെയാണ് പരസ്പരം കൈകോർക്കുന്നത് എന്നാണ് ഈ ട്രയാർക്കിക് സിദ്ധാന്തത്തിലൂടെ സ്റ്റേൺബർഗ് വിശദീകരിച്ചിരിക്കുന്നത്. ഇനി ട്രയാർക്കിക് സിദ്ധാന്തത്തിലെ ബുദ്ധിയുടെ 3 തലങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അല്ലേ, ട്രയാർക്കിക് സിദ്ധാന്തത്തിലെ ബുദ്ധിയുടെ 3 തലങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന് ഘടകാംശ ബുദ്ധി എന്ന് പറയും, അതായത് കോമ്പണൻഷ്യൽ ഇൻ്റലിജൻസ് അനലറ്റിക്കൽ സ്കിൽസ് എന്നാണ് അറിയപ്പെടുന്ന ഘടകാംശ ബുദ്ധി. രണ്ടാമത്തത് അനുഭവാർജിത ബുദ്ധി എന്ന് പറയും, അനുഭവ ആർജിത ബുദ്ധിയാണ്. എക്സ്പെരിമെൻ്റൽ ഇൻ്റലിജൻസ് അഥവാ ക്രിയേറ്റിവിറ്റി സ്കിൽസ് നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ്. മൂന്നാമത്തത് സന്ദർഭോചിതമായിട്ടുള്ള ബുദ്ധിയാണ്, കോണ്ടക്സ്ച്വൽ ഇൻ്റലിജൻസ് പ്രാക്ടിക്കൽ സ്കിൽസ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്, സന്ദർഭോചിത ബുദ്ധിയെപ്പറ്റി പറയുന്നത്. ഒരു വസ്തു വിശകലനം ചെയ്യുകയും അതിനെക്കുറിച്ച് കാര്യകാരണ സഹിതം യുക്തിസഹമായി ചിന്തിക്കുകയും ചെയ്ത് ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിനുള്ള കഴിവ്, അതാണ് കോമ്പണൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്.
ഒരു വസ്തു വിശകലനം ചെയ്യുകയും അതിനെക്കുറിച്ച് കാര്യകാരണ സഹിതം യുക്തിസഹമായി ചിന്തിക്കുകയും ചെയ്ത് ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിനുള്ള കഴിവ്, അതാണ് കോമ്പണൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പുതിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാനുള്ള ഒരു ശേഷിയുണ്ട്, അല്ലേ? പുതിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാനുള്ള ഒരു ശേഷിയുണ്ട്, അതാണ് എക്സ്പെരിമെൻ്റൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പുതിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാനുള്ള ഒരു ശേഷിയാണ് എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇനിയോ, സുപരിചിതമായ പ്രശ്നങ്ങളെ തനിയെ യാന്ത്രികമായിട്ട് പരിഹരിക്കാൻ അനുഭവാർജിത ബുദ്ധിയിലൂടെ കഴിയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സുപരിചിതമായ പ്രശ്നങ്ങളെ തനിയെ യാന്ത്രികമായിട്ട് പരിഹരിക്കാനായിട്ട് അനുഭവ ആർജിത ബുദ്ധിയിലൂടെയാണ് കഴിയുന്നത്. ഇനി ക്രിയാത്മകതയും ഉൾക്കാഴ്ചയും ആവശ്യമുള്ള പ്രശ്നങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവർക്കാണ്, അല്ലേ? ക്രിയാത്മകതയും ഉൾക്കാഴ്ചയും ആവശ്യമുള്ള പ്രശ്നങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസിന് മാത്രമാണ്. എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസിന് മാത്രമാണ് ക്രിയാത്മകതയും ഉൾക്കാഴ്ചയും ആവശ്യമുള്ള പ്രശ്നങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനും സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി തീർക്കാനുമുള്ളൊരു കഴിവുണ്ട്, അല്ലേ? സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനും സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി തീർക്കാനുമുള്ളൊരു കഴിവുണ്ട്, അല്ലേ? അതാണ് എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി കോണ്ടക്സ്ച്വൽ ഇൻ്റലിജൻസ് എന്താണെന്ന് നോക്കാം, അല്ലേ? കോണ്ടക്സ്ച്വൽ ഇൻ്റലിജൻസും സിറ്റുവേഷണൽ സ്മാർട്ടോജോ എന്നാൽ നമ്മൾ പറഞ്ഞാൽ സിറ്റുവേഷണൽ സ്മാർട്ട്, അതായത് സ്ട്രേറ്റ് വൈസ് ഇൻ്റലിജൻസ് എന്നറിയപ്പെടുന്ന അത് ഈ കോണ്ടക്സ്ച്വൽ ഇൻ്റലിജൻസിനെയാണ് നമ്മൾ സ്ട്രേറ്റ് വൈസ് ഇൻ്റലിജൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രായോഗിക ബുദ്ധിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിദഗ്ധരും മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുന്നതിൽ താല്പര്യമായവരാണ് ഈ കോണ്ടക്സ്ച്വൽ ഇൻ്റലിജൻസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ. അതായത് പ്രായോഗിക ബുദ്ധിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിദഗ്ധരായിട്ടുള്ളവരും മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുന്നതിൽ താല്പര്യമായവരാണ് കോണ്ടക്സ്ച്വൽ ഇൻ്റലിജൻസിൽ ഉള്ളതെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ബുദ്ധിമാപനം അഥവാ മെഷർമെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ് എന്താണ് എന്ന് നോക്കാം, അല്ല? മെഷർമെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ് അഥവാ ബുദ്ധിമാപനം, ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കാനായിട്ട് ആദ്യമായിട്ടൊരു ശ്രമം നടത്തിയ വ്യക്തിയുടെ പേരാണ് ആൽഫ്രഡ് ബിനെ എന്ന് പറയുന്നത്. ആൽഫ്രഡ് ബിനെ. ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായിട്ട് നിർണ്ണയിക്കാനായിട്ട് ആദ്യമായിട്ട് ശ്രമം നടത്തിയ വ്യക്തിയുടെ പേരാണ് ആൽഫ്രഡ് ബിനെ. ഇദ്ദേഹം ബുദ്ധിപരീക്ഷയുടെ പിതാവ് എന്ന പേരിലും അറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ ബുദ്ധിപരീക്ഷയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആൽഫ്രഡ് ബിനെയാണ് ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായിട്ട് ആദ്യമായിട്ട് നിർണ്ണയിക്കാനൊരു ശ്രമം ഒക്കെ നടത്തിയത്. ഈ ആൽഫ്രഡ് ബിനെ തിയോഡർ സൈമണുമായിട്ട് ചേർന്നുകൊണ്ട് 1905 30 ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു ബുദ്ധിശോധകം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ബുദ്ധിപരീക്ഷ അറിയപ്പെടുന്നതാണ് ബിനെ സൈമൺ സ്കെയിൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആൽഫ്രഡ് ബീനെ എന്ന് പറയുന്ന വ്യക്തി തിയോഡർ സൈമണുമായിട്ട് ചേർന്നുണ്ടാക്കിയ ഒരു സ്കെയിലുണ്ട്. 1925 ഈ സ്കെയിൽ വന്നത്. 30 ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ബുദ്ധിശോധകമാണ് ഇത്. ഇതറിയപ്പെടുന്ന പേര് ബിനെ സൈമൺ സ്കെയിൽ എന്നാണ്. ഇനി മാനസിക വയസ്സ് അഥവാ മെൻ്റൽ ഏജ് ഉണ്ട്, അല്ലെ? മെൻ്റൽ ഏജ് അഥവാ മാനസിക വയസ്സ് എന്ന ആശയത്തിന് രൂപം നൽകിയ ആളാരാണ്? അത് ബിനെയാണ്. അപ്പോൾ മെൻ്റൽ ഏജ് അഥവാ മാനസിക വയസ്സ് എന്ന ആശയത്തിന് രൂപം നൽകിയത് ബിനെയാണ്. വ്യക്തികളുടെ മാനസിക വികാസം അളക്കുന്നത് മാനസിക വയസ്സിൻ്റെ രൂപത്തിലാണെന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തികളുടെ മാനസിക വികാസം അളക്കുന്നത് എങ്ങനെയാണ്? മാനസിക വയസ്സിൻ്റെ രൂപത്തിലാണ്. മാനസിക വയസ്സ് കണക്കാക്കുന്നത് ബുദ്ധിപരീക്ഷയിൽ നേരിടുന്ന സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബുദ്ധിപരീക്ഷയിൽ നേരിടുന്ന സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് ബുദ്ധിമാനം അഥവാ ഇൻ്റലിജൻസ് ക്വഷ്യൻ്റ് എന്ന പേരിൽ ഉള്ള സാധനം, അല്ല? ബുദ്ധിമാനം അളക്കുന്നത് മാനസിക വികാസം അളക്കുന്നത് മാനസിക വയസ്സിൻ്റെ രൂപത്തിലാണെന്ന് പറയുന്നത്. മാനസിക വയസ്സ് കണക്കാക്കുന്നത് ബുദ്ധിപരീക്ഷയിൽ നേടുന്ന സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ബുദ്ധിമാനം അഥവാ ഇൻ്റലിജൻസ് ക്വഷ്യൻ്റ് IQ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് വില്യം സ്റ്റേം എന്നാണ്. വില്യം സ്റ്റേൺ. ഇദ്ദേഹം ഒരു ജർമ്മൻ മനഃശാസ്ത്രജ്ഞനാണ്. ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള വില്യം സ്റ്റേണാണ് ബുദ്ധിമാനം അഥവാ ഇൻ്റലിജൻസ് ക്വഷ്യൻ്റ് അഥവാ IQ എന്ന പദം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്, അല്ലേ? മാനസിക വയസ്സും കാലിക വയസ്സും, കാലിക വയസ്സെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴുള്ള വയസ്സ്, നമ്മുടെ മനസ്സിൻ്റെ വയസ്സ്, ഇത് തമ്മിലുള്ള അനുപാതമാണ് ബുദ്ധിമാനം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 4ഉം 5ഉം വയസ്സുള്ള 2 കുട്ടികൾ ഒരു ബുദ്ധിപരീക്ഷയിൽ നേടിയ മാനസിക വയസ്സ് 5 ആണെങ്കിൽ 5 വയസ്സുകാരൻ്റെ കാലിക വയസ്സും മാനസിക വയസ്സും ഒരേപോലെയാണെന്നും, എന്നാൽ 4 വയസ്സുകാരൻ്റെ ആ മാനസിക വയസ്സ് എന്ന് പറയുന്നത് 5 വയസ്സാകുമ്പോൾ അവനെത്രയാണ്? 25% IQ ലെവൽ കൂടുതലാണ്. അതായത് 100 എന്ന് പറയുന്ന അതിലിട്ട് 5 വയസ്സുകാരന് 5ആണ് മാനസിക വയസ്സെങ്കിൽ അവന് 100ആണ്. എന്നാൽ 4 വയസ്സുകാരനും ആ പറയുന്ന 100 ആണെന്നുണ്ടെങ്കിൽ അത്രയാണ്, അവന് ആ 25% കൂടുതലല്ലേ വരുന്നത്. അതുകൊണ്ട് 125 എന്നൊരു അനുമാനത്തിലേക്ക് എത്തിയിട്ട് ഈ പറയുന്ന ആൾക്ക് IQ ലെവൽ കൂടുതലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് കാലിക വയസ്സിന് തുല്യമായിട്ടിരുന്നാൽ അവൻ്റെ ബുദ്ധിമാനം 100 ആയിരിക്കും. 100ൽ കുറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിക്കുറവിനെയും 100ൽ കൂടിക്കഴിഞ്ഞാൽ ബുദ്ധി കൂടുതലിനെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ബുദ്ധിമാനം എന്ന് പറയുന്ന പ്രക്രിയ അഥവാ ഇൻ്റലിജൻസ് ക്വഷ്യൻ്റ് എന്നുള്ള പ്രക്രിയ കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് ഡോക്ടർ CH റൈസ് ആണ്. ഡോക്ടർ CH റൈസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബുദ്ധിമാനം നടത്തിയ വ്യക്തിയുടെ പേര് ഡോക്ടർ CH റൈസ് ആണ്. ബുദ്ധിമാനം നടത്തിയ വ്യക്തി
ബിനറ്റ് സൈമൺ മാബിനിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ ബിനറ്റ് പെർഫോമൻസ് സ്കെയിൽ പുറത്തിറക്കിയതും ഡോക്ടർ CH റൈസ് തന്നെയാണ്. ബിനറ്റ് സൈമൺ മാബിനിയുടെ ചുവട് പിടിച്ച് ഹിന്ദുസ്ഥാൻ ബിനറ്റ് പെർഫോമൻസ് സ്കെയിൽ പുറത്തിറക്കിയത് ഡോക്ടർ CH റൈസ് ആണ്. CAVD എന്ന ബുദ്ധിശോധകം വികസിപ്പിച്ചെടുത്തത് നമ്മുടെ തോൺഡൈക്ക് എന്ന പണ്ഡിതനാണ് കേട്ടോ. തോൺഡൈക്കാണ് CAVD എന്ന ബുദ്ധിശോധകം വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ CAVD എന്ന് വെച്ചാൽ C എന്ന് വെച്ചാൽ കംപ്ലീഷൻ ഓഫ് സെൻറ്റൻസ് ആണ്, സെൻറ്റൻസിൻ്റെ പൂർത്തീകരണമാണ്. A എന്ന് വെച്ചാൽ അരിത്തമെറ്റിക്കൽ റീസണിംഗ് ആണ്, അരിത്തമെറ്റിക്കൽ റീസണിംഗ് ആണ് CA. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊക്കാബുലറി ആണ്. D എന്ന് വെച്ചാൽ ഡയറക്ഷൻ ഫോളോവിങ് ഡയറക്ഷൻസ് ആണ്. CAVD കംപ്ലീഷൻ ഓഫ് സെൻറ്റൻസ്, അരിത്മെറ്റിക്കൽ റീസണിങ്, വൊക്കാബുലറി, ഡയറക്ഷൻ ഫോളോവിങ് ഡയറക്ഷൻസ് എന്നുള്ളതാണ് കാവിഡ് ടെസ്റ്റ് എന്നാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നത്. ഒരേ സമയം പരിശോധിക്കപ്പെടുന്നവരുടെ എണ്ണത്തെ ആധാരമാക്കിയുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ബുദ്ധിശോധകങ്ങളെ രണ്ടായിട്ട് വർഗീകരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരേ സമയം പരിശോധിക്കപ്പെടുന്നവരുടെ എണ്ണത്തെ ആധാരമാക്കിയുള്ള മാനദണ്ഡം അനുസരിച്ച് ബുദ്ധിശോധകങ്ങളെ രണ്ടായിട്ട് നമുക്ക് വർഗീകരിക്കാൻ സാധിക്കും. ഒന്നാമത്തേത് വ്യക്തിശോധകങ്ങൾ എന്നാണ് പറയുന്നത്. വ്യക്തിശോധകങ്ങൾ അഥവാ ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നതാണ് വ്യക്തിശോധകങ്ങൾ, ഇൻഡിവിജ്വൽ ടെസ്റ്റുകൾ അഥവാ വ്യക്തിശോധകങ്ങൾ. ഇനി സംഘശോധകങ്ങളുണ്ട്. സംഘശോധകം എന്താണ്? ഗ്രൂപ്പ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്, ഗ്രൂപ്പ് ടെസ്റ്റ്. അപ്പോൾ സംഘശോധകം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ടെസ്റ്റാണ്. ഉപയോഗിക്കുന്ന മാധ്യമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബുദ്ധിശോധകങ്ങളെ രണ്ടായിട്ട് വർഗീകരിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്ന മാധ്യമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബുദ്ധിശോധകങ്ങളെ രണ്ടായിട്ട് വർഗീകരിക്കാറുണ്ട്. ഒന്ന് ഭാഷാപരമായ ശോധകങ്ങൾ അഥവാ വെർബൽ ടെസ്റ്റുകൾ, രണ്ടാമത്തേത് ഭാഷാപരമല്ലാത്ത ശോധകങ്ങൾ അഥവാ നോൺ വെർബൽ ടെസ്റ്റുകൾ എന്നാണ് പറയുന്നത്. ഭാഷാശോധകങ്ങളും ഭാഷാപരമല്ലാത്ത ശോധകങ്ങളും നമ്മൾ എന്തിൻ്റെ ഗ്രൂപ്പിലാണ് പെടുത്തുന്നത്? ഈ പറയുന്ന സംഘശോധകങ്ങൾ എന്ന് പറയുന്ന അതിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ബുദ്ധിശോധകങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിച്ചിട്ടുണ്ടെന്നും ഒന്ന് വെർബൽ ടെസ്റ്റ് ആണെന്നും അടുത്തത് നോൺ വെർബൽ ടെസ്റ്റ് ആണ് എന്ന് നമുക്കറിയാം. ഇനി ബുദ്ധിമാപനത്തിനുള്ള പ്രകടന ശോധകങ്ങളുണ്ട് അല്ലേ. ബുദ്ധിമാപനത്തിനുള്ള പ്രകടന ശോധകങ്ങൾ എന്തെല്ലാമാണ്? പിൻഡർ പാറ്റേഴ്സൺ അല്ലെ, പ്രകടന മാപിനി എന്നാണ് പറയുന്നത്. ബുദ്ധിമാപനത്തിനുള്ള പ്രകടന ശോധകങ്ങളുണ്ട്. പിൻഡർ പാറ്റേഴ്സൺ അഥവാ പ്രകടന മാപിനി എന്നാണ് പറയുന്നത്. അടുത്ത ആർദറുടെ പ്രകടന മാപിനിയുണ്ട്. ആർദറുടെ പ്രകടന മാപിനി, അതായത് ദ ആർദേഴ്സ് ടെസ്റ്റ് ഫോർ സ്മാൾ ചിൽഡ്രൻ എന്ന് പറയുന്നു. 1974 ആർദറുടെ പ്രകടന മാപിനി എന്നാണ് പറയുന്നത്. പിൻഡർ പാറ്റേഴ്സൺ പ്രകടന മാപിനിയുണ്ട്, ആർദറുടെ പ്രകടന മാപിനിയുമുണ്ട്. ഇനി ഭാട്ടിയയുടെ പ്രകടന ശോധകമുണ്ട്. ഭാട്ടിയയുടെ പ്രകടന ശോധകം ഭാട്ടിയാസ് പെർഫോമൻസ് ടെസ്റ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഭാട്ടിയയുടെ പ്രകടന ശോധകം. അടുത്ത വെഷ്ലർ ബെലവ്യൂ ബുദ്ധിമാപിനി എന്ന് പറയുന്നുണ്ട്. വെഷ്ലർ ബെലവ്യൂ ബുദ്ധിമാപിനി WBIS അഥവാ 1939 കണ്ടെത്തിയിട്ടുള്ള ബുദ്ധിമാപിനിയാണ് ഇത്. ഇനി അടുത്തത് വെഷ്ലർ അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിലുണ്ട്. വെഷ്ലേഴ്സ് അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ എന്ന് പറഞ്ഞ സ്കെയിലും ഇവിടെയുണ്ട്. ഇനി വൈകാരിക ബുദ്ധി അഥവാ ഇമോഷണൽ ഇൻ്റലിജൻസ്, അതായത് EQ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം അല്ലെ. ഇമോഷണൽ കോൺഷ്യൻ്റ് എന്ന് പറയുന്ന ഇമോഷണൽ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വൈകാരിക അവസ്ഥകളെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ വൈകാരിക അവസ്ഥകളെ ബുദ്ധിപരമായിട്ട് നിയന്ത്രിക്കാനുള്ള കഴിവിനെയാണ് വൈകാരിക ബുദ്ധി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഹൊവാർഡ് ഗാർട്ട്നറുടെ അഭിപ്രായത്തിൽ ആന്തരിക വൈയക്തിക ബുദ്ധിയും ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസും നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് കേട്ടോ. ഹൊവാർഡ് ഗാർട്ട്നറുടെ അഭിപ്രായത്തിൽ ആന്തരിക വൈയക്തിക ബുദ്ധിയും വ്യക്തിയാന്തര ബുദ്ധിയുമാണ് ഒരാളുടെ ജീവിത വിജയത്തെ കാര്യമായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഹൊവാർഡ് ഗാർട്ട്നറുടെ അഭിപ്രായത്തിൽ ആന്തരിക വൈയക്തിക ബുദ്ധിയും വ്യക്തിയാന്തര ബുദ്ധിയുമാണ് ഒരാളുടെ ജീവിത വിജയത്തെ കാര്യമായിട്ട് സഹായിക്കുന്നത്. ഇവ രണ്ടിനെയും ചേർത്ത് വ്യക്തിപരമായ ബുദ്ധി എന്ന് നമുക്ക് പൊതുവെ പറയാൻ സാധിക്കുന്നതാണ് അല്ലേ. ഇവ രണ്ടിനെയും ചേർത്ത് വ്യക്തിപരമായ ബുദ്ധി എന്ന് പൊതുവെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. വ്യക്തിക്ക് തന്നെക്കുറിച്ചുള്ള കൃത്യമായ അവബോധമാണ് വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത്. വ്യക്തിക്ക് തന്നെക്കുറിച്ചുള്ള കൃത്യമായ അവബോധമാണ് വൈയക്തിക ബുദ്ധി അഥവാ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. വ്യക്തിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് വ്യക്തിയാന്തര ബുദ്ധി അഥവാ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയും അല്ലെ. വ്യക്തിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിനുള്ള കഴിവാണ് വ്യക്തിയാന്തര ബുദ്ധി അഥവാ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഹൊവാർഡ് ഗാർട്ട്നറുടെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയിട്ട് വൈകാരിക ബുദ്ധി അഥവാ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന ആശയം മുന്നോട്ട് വെച്ച ആൾ എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് കേട്ടോ. ആരൊക്കെയാണ്? ജോൺ മെയർ, അതേപോലെ തന്നെ പീറ്റർ സലോവ എന്ന് പറയും. ഇപ്പോൾ ജോൺ മെയറും പീറ്റർ സലോവയുമാണ് ഹൊവാർഡ് ഗാർട്ട്നറുടെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന് വിപുലമായ പ്രചാരവും സ്വീകാര്യതയും ലഭിച്ചത് ഡാനിയൽ ഗോൾമാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരായിരുന്നു ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന് വിപുലമായിട്ടുള്ള പ്രചാരവും സ്വീകാര്യതയും ലഭിച്ചത് ഡാനിയൽ ഗോൾമാൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതോടു കൂടിയിട്ടാണ്. ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും വൈകാരികാവസ്ഥകളെ തിരിച്ചറിയാനും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പ്രചോദകമായി ഈ തിരിച്ചറിവിനെ ഉപയോഗപ്പെടുത്താനുള്ള സാമൂഹികമായ ബുദ്ധിശക്തിയാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്.
ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും വൈകാരികാവസ്ഥകളെ തിരിച്ചറിയാനും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പ്രചോദകമായിട്ട് ഈ തിരിച്ചറിവിനെ ഉപയോഗപ്പെടുത്താനുള്ള സാമൂഹികമായ ബുദ്ധിശക്തിയാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. സാമൂഹികവും വൈകാരികവുമായ 5 അടിസ്ഥാന ശേഷികളുണ്ട് വൈകാരിക ബുദ്ധിക്കുള്ളതെന്നാണ് ഡാനിയൽ ഗോൾമാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാമൂഹികമായിട്ടും വൈകാരികമായിട്ടും 5 അടിസ്ഥാന ശേഷികളാണ് വൈകാരിക ബുദ്ധിക്കുള്ളതെന്ന് അഭിപ്രായപ്പെട്ടതാണ് ഡാനിയൽ ഗോൾമാൻ. ഈ ഗോൾമാൻ്റെ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഗോൾമാൻ്റെ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് സ്വാവബോധം എന്ന് പറയുന്നത്, ആത്മനിയന്ത്രണം എന്നും പറയുന്നത്. അപ്പം ഗോൾമാൻ്റെ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് സ്വാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം, അനുതാപം, സാമൂഹ്യ നൈപുണികൾ എന്ന് പറയുന്നത്. അപ്പം സാമൂഹിക നൈപുണികൾ സോഷ്യൽ സ്കിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അനുതാപം എന്ന് പറഞ്ഞാൽ എമ്പതിയാണ്. ആത്മചോദനം എന്ന് വെച്ചാൽ സെൽഫ് മോട്ടിവേഷനാണ്. ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ സെൽഫ് റെഗുലേഷനാണ്. സ്വാവബോധം എന്ന് പറഞ്ഞാൽ സെൽഫ് അവയർനെസ് ആണ്. ഇവയൊക്കെയാണ് ഗോൾമാൻ്റെ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് സെൽഫ് അവയർനെസ് എന്താണെന്ന് നോക്കാം. സെൽഫ് അവയർനെസ്, സ്വാവബോധം. സ്വന്തം വികാരങ്ങളും അവയുടെ അനന്തരഫലങ്ങളും തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ഒരു വ്യക്തിയുടെ കഴിവ്, അല്ല, സ്വന്തം വികാരങ്ങളും അവയുടെ അനന്തരഫലങ്ങളും തിരിച്ചറിയാനുള്ള ഒരു വ്യക്തിയുടെ കഴിവുണ്ട്. ഇതിനെയാണ് നമ്മൾ സ്വാവബോധം എന്ന് വിശേഷിപ്പിക്കുന്നത്. തൻ്റെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവും വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും നേരിടാനുള്ള ആത്മവിശ്വാസം തുടങ്ങിയവയാണ് സ്വാവബോധം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാവബോധത്തിൻ്റെ ഭാഗമായിട്ടുള്ളവയാണ് സ്വന്തം വികാരങ്ങളും അവയുടെ അനന്തരഫലങ്ങളും തിരിച്ചറിയാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, തൻ്റെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവ്, വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും നേരിടാനായിട്ടുള്ള ആത്മവിശ്വാസം തുടങ്ങിയവയ്ക്ക് സ്വാവബോധത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇനി ആത്മനിയന്ത്രണം എന്താണ്? സെൽഫ് റെഗുലേഷൻ എന്നാണ് നമ്മൾ ആത്മനിയന്ത്രണത്തെ പറ്റി പറയുന്നത്. സെൽഫ് റെഗുലേഷനാണ്. അനഭിലഷണീയമായ വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനുമുള്ള കഴിവാണ് ഇത്. അനഭിലഷണീയമായ വികാരങ്ങളെ തിരിച്ചറിയുവാനും നിയന്ത്രിക്കാനുമുള്ള കഴിവാണ് ആത്മനിയന്ത്രണം അഥവാ സെൽഫ് റെഗുലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിശ്വസ്ത കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടെ മികച്ച രീതിയിൽ ഏറ്റെടുത്ത് നടത്തുകയും മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുമുള്ള സന്നദ്ധത, പുതിയ സാഹചര്യങ്ങളെയും ആശയങ്ങളെയും സ്വീകരിക്കുവാനുള്ള താല്പര്യം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. വിശ്വസ്തത, കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടെ മികച്ച രീതിയിൽ ഏറ്റെടുത്ത് നടത്താനും മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുമുള്ള സന്നദ്ധത, പുതിയ സാഹചര്യങ്ങളെയും ആശയങ്ങളെയും സ്വീകരിക്കുവാനുള്ള താല്പര്യം എന്നിവയെല്ലാമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇനി എന്താണ് സെൽഫ് മോട്ടിവേഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെ. സെൽഫ് മോട്ടിവേഷൻ എന്താണ്? സെൽഫ് മോട്ടിവേഷൻ ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാനും തൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താനുമുള്ള ഒരു വ്യക്തിയുടെ അഭിവാഞ്ചയാണ് ഇത്. ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കുവാനും തൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താനുമുള്ള ഒരു വ്യക്തിയുടെ അഭിവാഞ്ചയാണ് സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള താല്പര്യവും തിരിച്ചടികളിലും പരാജയങ്ങളിലും പതറാതെ ലക്ഷ്യബോധത്തോടെ മുന്നേറുന്നതിനുമുള്ള കഴിവുമെല്ലാം ഇതിൻ്റെ സവിശേഷതയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധതയും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള താല്പര്യവും തിരിച്ചടികളിലും പതറാതെ ലക്ഷ്യബോധത്തോടെ മുന്നേറുന്നതിനുള്ളൊരു കഴിവുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ സവിശേഷതയായിട്ട് കണക്കാക്കുന്നത്. ഇനി നമുക്ക് അനുതാപം അഥവാ എമ്പതി എന്ന ഫാക്ടർ എന്താണ് എന്ന് നോക്കാം. അല്ല, അനുതാപം അഥവാ എമ്പതി ഫാക്ടർ എന്താണ്? മറ്റുള്ളവരുടെ ചിന്തകളെയും വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ അനുഭാവപൂർവ്വം ഇടപെടാനുള്ള കഴിവിനെയാണ് നമ്മൾ അനുതാപം അഥവാ എമ്പതി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ചിന്തകളെയും വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ അനുഭാവപൂർവ്വം ഇടപെടാനുള്ള കഴിവിനെയാണ് എമ്പതി എന്ന് വിശേഷിപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള താല്പര്യവും ഇതിൽ ഉൾപ്പെടുന്ന എമ്പതിയാണ്. മറ്റു വ്യക്തികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനും അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനുമുള്ള സന്നദ്ധത എന്ന് പറയുന്നത് എമ്പതിയാണ്. സമൂഹത്തിൻ്റെ പൊതുവായ വൈകാരിക അവസ്ഥ, നിലപാടുകൾ തുടങ്ങിയവ മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് എമ്പതിയാണ്. സാമൂഹ്യ ബന്ധങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാനുള്ള കഴിവ് എന്ന് പറയുന്നത് എമ്പതിയാണ്. ഇനി നമുക്ക് സാമൂഹ്യ നൈപുണികൾ എന്തെല്ലാമെന്ന് നോക്കാം, അല്ല, സാമൂഹ്യ നൈപുണികൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. സാമൂഹ്യ നൈപുണികളാണ് മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുക എന്നത് ഇതിൻ്റെ ഒരു ഘടകമാണ്, അല്ലെ. മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുക, വ്യക്തമായും അനായാസമായും ആശയം വിനിമയം ചെയ്യുക. മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുക, വ്യക്തമായും അനായാസമായിട്ടും ആശയവിനിമയം ചെയ്യാനായിട്ട് കഴിയുക, വ്യക്തികളെയും സമൂഹത്തെയും പ്രചോദിപ്പിക്കുവാനും നയിക്കുവാനും കഴിയുക, അല്ലെ. വ്യക്തികളെയും സമൂഹത്തെയും പ്രചോദിപ്പിക്കുവാനും നയിക്കുവാനും കഴിയുക, സാമൂഹിക മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുക. സാമൂഹിക മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുക. പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ച് അവ പരിഹരിക്കുക. പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ച് അവ പരിഹരിക്കുക. സാമൂഹ്യ ബന്ധങ്ങൾ വളർത്തിയെടുക്കുക. പൊതു ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും
ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചെയ്യുക. അപ്പോൾ പൊതു ലക്ഷ്യങ്ങൾ നേടുവാനായിട്ട് മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ചെയ്യുക. ഇതൊക്കെ സാമൂഹിക നൈപുണ്യങ്ങൾ അഥവാ സോഷ്യൽ സ്കിൽസിൻ്റെ ഭാഗമായിട്ട് പെടുത്താൻ പറ്റുന്നതാണ്. ഇനി കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് ഉണ്ട്. എന്താണ് ഗോൾമാൻ ഗോൾമാൻ എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ വ്യക്തിപര പ്രാപ്തികൾ അഥവാ പേഴ്സണൽ കോമ്പറ്റൻസ് ആയിട്ട് അവതരിപ്പിക്കുന്ന എന്തെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം എന്നിവയാണ്. ആത്മചോദനം, ആത്മനിയന്ത്രണം, സ്വാവബോധം എന്നിവയാണ് ഗോൾമാൻ വ്യക്തിപര പ്രാപ്തികൾ അഥവാ പേഴ്സണൽ കോമ്പറ്റൻസ് ആയിട്ട് അവതരിപ്പിക്കുന്നത്. ഗോൾമാൻ സാമൂഹ്യ പ്രാപ്തികളായിട്ട് അവതരിപ്പിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ടല്ലേ. ഗോൾമാൻ സാമൂഹ്യ പ്രാപ്തികളായിട്ട് അവതരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സോഷ്യൽ കോമ്പറ്റൻസ്. ഇനി അത് എന്തൊക്കെയാണ് സോഷ്യൽ കോമ്പറ്റൻസ് ആയിട്ട് ഗോൾമാൻ അവതരിപ്പിക്കുന്നത്? അനുതാപം, സാമൂഹ്യ നൈപുണികളാണ്. അനുതാപം, സാമൂഹിക നൈപുണികൾ എന്നിവയാണ് ഗോൾമാൻ സാമൂഹ്യ പ്രാപ്തികൾ എന്ന പേരിൽ അവതരിപ്പിക്കുന്നത്. അടുത്ത വൈകാരിക നിയന്ത്രണമുണ്ട്. വൈകാരിക നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കൺട്രോളാണ് വൈകാരിക നിയന്ത്രണം എന്ന് പറയുന്നത് ഇമോഷണൽ കൺട്രോളാണ്. വൈകാരിക നിയന്ത്രണത്തിലുള്ള മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണ്? വൈകാരിക നിയന്ത്രണത്തിലുള്ള മാർഗ്ഗങ്ങൾ വൈകാരിക വിക്ഷോഭത്തിന് കാരണമാകുന്ന അവസ്ഥകൾ ഒഴിവാക്കുക വൈകാരിക വിക്ഷോഭത്തിന് കാരണമാകുന്ന അവസ്ഥകളെ ഒഴിവാക്കുക. വൈകാരിക നിയന്ത്രണത്തിനുള്ള ശാസ്ത്രീയ മാർഗം വൈകാരിക ഊർജ്ജത്തെ പ്രയോജനവും സമൂഹം അംഗീകരിക്കുന്നതുമായ കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുക വൈകാരിക വിക്ഷോഭത്തിന് കാരണമാകുന്ന അവസ്ഥകളെ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത്? വൈകാരിക നിയന്ത്രണത്തിനുള്ള ശാസ്ത്രീയ മാർഗം വൈകാരിക ഊർജ്ജത്തെ പ്രയോജനകവും സമൂഹം അംഗീകരിക്കുന്നതുമായ കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുക വഴിയാണ്. ഇനി വൈകാരിക നിയന്ത്രണത്തിനുള്ള ശേഷി കുട്ടികളിൽ സ്വയമേവ രൂപപ്പെട്ട് വരേണ്ടതാണെന്നാണ് പറയുന്നത് വൈകാരിക നിയന്ത്രണത്തിനുള്ള ശേഷി കുട്ടികളിൽ സ്വയമേവ രൂപപ്പെട്ട് വരേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. എങ്കിലും സാമൂഹ്യ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള പെരുമാറ്റം കുട്ടികളിൽ ഉറപ്പുവരുത്താനായിട്ട് രക്ഷിതാക്കളും അധ്യാപകരും നിരന്തരം ഇടപെടലുകൾ നടത്തേണ്ടതാണെന്ന് പറയുന്നു. വൈകാരിക നിയന്ത്രണത്തിലുള്ള ശേഷി കുട്ടികളിൽ സ്വയമേവ രൂപപ്പെട്ട് വരേണ്ടതാണെന്നും എങ്കിലും സാമൂഹ്യ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള പെരുമാറ്റം കുട്ടികളിൽ ഉറപ്പുവരുത്താനായിട്ട് രക്ഷിതാക്കളും അധ്യാപകരും നിരന്തരം ഇടപെടലുകൾ നടത്തേണ്ടതാണെന്നും പറയുന്നുണ്ട്. 5 തലങ്ങളിലായിട്ടാണ് വൈകാരിക ബുദ്ധി വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വൈകാരിക ബുദ്ധി വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? 5 തലങ്ങളിലായിട്ടാണ് വൈകാരിക ബുദ്ധി ഇവിടെ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, വികാരങ്ങളെ തിരിച്ചറിയുക നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക, നോവിങ് അവർ ഇമോഷൻസ് എന്നാണ് പറയുന്നത്. നോവിങ് അവർ ഇമോഷൻസ്. 2, വികാരങ്ങൾ നിയന്ത്രിക്കുക, മാനേജിങ് അവർ എമോഷൻസ് എന്നാണ് പറയുന്നത്. മാനേജിങ് അവർ ഇമോഷൻസ്. 3, സ്വയം പ്രചോദിതരാവുക, മോട്ടിവേറ്റിംഗ് അവർ സെൽഫ്സ് ആണത്. മോട്ടിവേറ്റിംഗ് അവർ സെൽഫ്സ് ആണ് സ്വയം പ്രചോദിതരാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയുകയും സ്വാധീനിക്കുകയും ചെയ്യുക. അതായത് റെക്കഗ്നൈസിങ് ദ ഇമോഷൻസ് ഓഫ് അതേഴ്സ് എന്ന് പറയുന്നതാണ് അടുത്ത ഫാക്ടർ. ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഡീലിംഗ് റിലേഷൻസ് എഫക്റ്റീവ്ലി. ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് ഡീലിംഗ് റിലേഷൻസ് എഫക്റ്റീവ്ലി എന്ന് പറയുന്നത്. അടുത്ത വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവുണ്ട് ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ് വൈകാരിക ബുദ്ധിക്കുണ്ട്. വികാരങ്ങളെ തിരിച്ചറിയാനും ഔചിത്യപൂർവ്വം പ്രകടിപ്പിക്കാനുമുള്ള ശേഷിയുണ്ട്. വികാരങ്ങളെ തിരിച്ചറിയുവാനും ഔചിത്യപൂർവ്വം പ്രകടിപ്പിക്കാനുമുള്ള ശേഷി ഇവിടെയുണ്ട്. ആശയവിനിമയ ശേഷി മൂലം മറ്റുള്ളവരുടെ ശ്രദ്ധയും വിശ്വാസവും പിടിച്ചുപറ്റാനുള്ള കഴിവുണ്ട്. ആശയവിനിമയ ശേഷി മൂലം മറ്റുള്ളവരുടെ ശ്രദ്ധയും വിശ്വാസവും പിടിച്ചുപറ്റാനുള്ള കഴിവ് ഇവിടെയുണ്ട്. നർമ്മബോധത്തോടെ ജീവിത പ്രതിസന്ധികളെ നേരിടാനായിട്ടുള്ളൊരു കഴിവുണ്ട് നർമ്മബോധത്തോടെ ജീവിത പ്രതിസന്ധികളെ നേരിടാനായിട്ടുള്ള ഒരു കഴിവും ഇവിടെയുണ്ട്. ഇനിയോ ചുമതലകൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത ചുമതലകൾ ഏറ്റെടുക്കാനായിട്ടുള്ള സന്നദ്ധ ഈ കൂട്ടർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവും ഈ കൂട്ടർക്കുണ്ടായിരിക്കുന്നതാണ്. ആശയസംഘർഷങ്ങളെ ക്രിയാത്മകമായ രീതികളിൽ പരിഹരിക്കാനുള്ള ശേഷിയും ഇവർക്ക് വളരെ വളരെ കൂടുതലായിരിക്കും. വൈകാരിക മാനം, അതായത് ഇമോഷണലി കോൺഷ്യൻ്റ് എന്ന് പറയുന്ന വൈകാരിക മാപനം, അതേപോലെ ഇൻ്റലിജൻസ് കോഷ്യൻ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ EQവും IQവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ജീവിതത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ EQവും IQവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയുന്നതാണ് ജീവിതത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായിട്ടും വരുന്നത് എന്ന് പറയുന്നതാണ് ഡാനിയൽ ഗോൾമാൻ്റെ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. ഈ ഡാനിയൽ ഗോൾമാൻ നമ്മൾ വിശേഷിപ്പിക്കുന്നത് വൈകാരിക ബുദ്ധിയുടെ പിതാവ് എന്ന് പേരിട്ടുകൊണ്ടാണ് ഡാനിയൽ ഗോൾമാനെ വിശേഷിപ്പിക്കാറുള്ളത്. ഈ വൈകാരിക ബുദ്ധിയെ നിർമ്മിക്കുന്ന കുറച്ച് ശോധകങ്ങളുണ്ട് മാനകങ്ങളുണ്ട്. അത് തയ്യാറാക്കിയിട്ടുള്ള വ്യക്തികൾ ആരെന്ന് ചോദിച്ചാൽ ജോൺ ഡി മേയറും പീറ്റർ സലോവിയുമാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ആർജിക്കാൻ കഴിയുന്ന ഒരു ശേഷിയാണ് വൈകാരിക ബുദ്ധി എന്നാണ് ഇവർ പറയുന്നത്. ഇമോഷണൽ കോൺഷ്യൻ്റ് എന്ന് പറയുന്നത് ആർജിക്കാൻ സാധിക്കുന്ന ഒരു ബുദ്ധി എന്ന രീതിയിലുള്ള വിശേഷണമാണ് ലഭിച്ചിരിക്കുന്നത്. അതേപോലെ സാമൂഹിക ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന അനുഭവങ്ങൾ, സാമൂഹിക ജീവിതത്തിന് ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ടല്ലേ. അപ്പോൾ സാമൂഹിക ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന അനുഭവങ്ങൾ വൈകാരിക ബുദ്ധിയുടെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്നാണ് പറയുന്നത്. അപ്പോൾ സാമൂഹിക ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന അനുഭവങ്ങൾ വൈകാരിക ബുദ്ധിയുടെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി കുടുംബത്തിലും വിദ്യാലയത്തിലും ഇത്തരം ധാരാളം അനുഭവങ്ങൾ കുട്ടികൾക്ക് ലഭിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ കുടുംബത്തിലും വിദ്യാലയത്തിലും ഇത്തരത്തിലുള്ള ധാരാളം അനുഭവങ്ങൾ
അനുഭവങ്ങൾ കുട്ടികൾക്ക് ലഭിക്കണമെന്നാണ് പറയുന്നത്. ഇനിയോ വൈകാരിക ബുദ്ധി വികസിക്കുന്നതിനനുസരിച്ച് അക്കാദമിക നേട്ടവും വർദ്ധിപ്പിക്കാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വൈകാരിക ബുദ്ധി വികസിക്കുന്നതിനനുസരിച്ച് അക്കാദമിക നേട്ടവും വർദ്ധിപ്പിക്കാമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ വൈകാരിക ബുദ്ധി കൂടുതലുള്ളവരുടെ പ്രത്യേകത എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അല്ലേ, വൈകാരിക ബുദ്ധി കൂടുതലുള്ളവരുടെ പ്രത്യേകത എന്താണ്? നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നു, പ്രവർത്തനങ്ങളിൽ വിജയിക്കുന്നു, വികാരങ്ങളെ തിരിച്ചറിയുന്നു, ഔചിത്യപൂർവ്വം പ്രകടിപ്പിക്കുന്നു. ഇതൊക്കെ സാധിക്കും. എങ്ങനെ? വൈകാരിക ബുദ്ധി കൂടുതലുള്ളവരുടെ പ്രത്യേകതയാണ് നല്ല ബന്ധങ്ങൾ അവർ വളർത്തിയെടുക്കാറുണ്ട്, പ്രവർത്തനങ്ങളിൽ അവർ വിജയിക്കാറുണ്ട്, വികാരങ്ങളെ തിരിച്ചറിയാനും ഔചിത്യപൂർവ്വം പ്രകടിപ്പിക്കാനും ഇവയെല്ലാം ഇവർക്ക് അനായാസം സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി വൈകാരിക ബുദ്ധിയെ ഗുണപരമായി സ്വാധീനിക്കുന്നവ സഹവർത്തിത പഠന രീതികൾ, സമസംഘ പഠനം, പ്രൊജക്റ്റുകൾ, സെമിനാറുകൾ, സംവാദങ്ങൾ, ഗ്രൂപ്പ് ചർച്ചകൾ, സംഘവുമായുള്ള കളികൾ, ഇതിനൊക്കെ ഇവർക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ ഡാനിയൽ ഗോൾമാൻ്റെ സിദ്ധാന്തമുണ്ട് അല്ലേ, വൈകാരിക ക്ഷമതയുമായിട്ടാണ് ഡാനിയൽ ഗോൾമാൻ്റെ സിദ്ധാന്തം ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഡാനിയൽ ഗോൾമാൻ്റെ സിദ്ധാന്തം വൈകാരിക ക്ഷമതയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അമിതമായ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടാക്കുന്ന അവസരങ്ങളിൽ മനസ്സ് ശാന്തമാക്കി യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ് കൂടുതലുള്ളവരാണ് വൈകാരിക ബുദ്ധിയുള്ളവരെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അമിതമായ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടാകുന്ന അവസരങ്ങളിൽ മനസ്സ് ശാന്തമാക്കി യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ് കൂടുതലുള്ളവരെയാണ് വൈകാരിക ബുദ്ധി കൂടുതലുള്ളവരെന്ന് വിശേഷിപ്പിക്കുന്നത്. ജീവിത വിജയത്തിൻ്റെ സൂചകമായിട്ട് ഐക്യുവിനെ പരിഗണിക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ച വ്യക്തിയാണ് ഡാനിയൽ ഗോൾമാൻ. ജീവിത വിജയത്തിൻ്റെ സൂചകമായിട്ട് ഐക്യു പരിഗണിക്കാനായിട്ട് കഴിയില്ലെന്ന് തെളിയിച്ച വ്യക്തിയാണ് ഡാനിയൽ ഗോൾമാൻ. ഈ ഡാനിയൽ ഗോൾമാൻ പറയുന്ന മറ്റൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ ഐക്യു ഉയർന്ന വ്യക്തിക്ക് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് ചിലപ്പോൾ കുറവായിരിക്കാമെന്ന് പറഞ്ഞാൽ ഐക്യു ചിലപ്പോൾ കൂടുതലായിരിക്കും, എന്നാൽ ഇക്യു എന്ന് പറയുന്നത് ചിലപ്പോൾ കുറവായിരിക്കാമെന്നും പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്ന അടുത്ത ഒരു ബുദ്ധിയാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സ്പിരിച്വൽ ഇൻ്റലിജൻസ് അഥവാ ആത്മീയ ബുദ്ധി എന്നാണ് പറയുന്നത്. സ്പിരിച്വൽ ഇൻ്റലിജൻസ് അഥവാ ആത്മീയ ബുദ്ധി. ഒരു വ്യക്തിയുടെ ആത്മസത്തയെ തിരിച്ചറിയുന്ന ഘടകമുണ്ട്. ഒരു വ്യക്തിയുടെ ആത്മസത്തയെ തിരിച്ചറിയുന്ന ഘടകം, അതാണ് ആത്മീയ ബുദ്ധി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ ആത്മസത്തയെ തിരിച്ചറിയുന്ന ഘടകമാണ് ആത്മീയ ബുദ്ധി. സന്ദർഭത്തിനനുസരിച്ച് പ്രതികരിക്കാനുള്ള കഴിവ്, അല്ലേ, സ്വന്തം കഴിവിനെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചുമുള്ള ഉയർന്ന ബോധം, വിഷമാവസ്ഥകളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ്, വേദനകളെ അഭിമുഖീകരിക്കാനും അവയെ സന്തോഷമാക്കി മാറ്റാനുമുള്ള കഴിവ്, മൂല്യങ്ങളായാലും കാഴ്ചപ്പാടുകളായാലും പ്രചോദിതമാകാനുള്ള ശേഷി, മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് എന്നിവ ആത്മീയ ബുദ്ധിയുള്ള വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് പ്രതികരിക്കാനുള്ള കഴിവ്, സ്വന്തം കഴിവിനെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചുമുള്ള ഉയർന്ന ബോധം, വിഷമാവസ്ഥകളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ്, വേദനകളെ അഭിമുഖീകരിക്കാനും അവയെ സന്തോഷമാക്കി മാറ്റാനുമുള്ള കഴിവ്, മൂല്യങ്ങളാലും കാഴ്ചപ്പാടുകളാലും പ്രചോദിതമാകാനുള്ള ശേഷി, മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് എന്നിവ ആത്മീയ ബുദ്ധിയുള്ള വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അല്ലെ, 7ാം ക്ലാസ്സിലെ ലീഡറായിട്ട് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേര് വിദ്യ എന്നാണ്. അപ്പോൾ ആ കുട്ടി ക്ലാസ്സിലുള്ള മറ്റ് കുട്ടികളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കാനുള്ള കഴിവ്, അതേപോലെ സഹകരണ മനോഭാവം, അനുതാപം എന്നീ കഴിവുകളും വിദ്യക്കുണ്ട്. അപ്പോൾ വിദ്യയുടെ ഈ കഴിവ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നതിനാണ് സൂചിപ്പിക്കുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു സുപ്രസിദ്ധമായ കൃതിയുടെ കർത്താവ് ആരെന്ന് ചോദിച്ചാൽ അതാണ് ഡാനിയൽ ഗോൾമാനാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന സുപ്രധാനമായ കൃതിയുടെ കർത്താവ്. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജി എന്ന ഒരു മേഖലയാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്നുള്ള മേഖലയിൽ നിന്നും ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എന്നുള്ള മേഖലയാണ് നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക്